Hello my dear students, welcome back to another LSS live section. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണോ? നമ്മൾ ഇന്ന് വളരെ ആക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാം അടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വളരെ ഇൻറ്റൻസീവായിട്ട് പഠിക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് മിസ് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുന്നില്ലേ? ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്തോ? അപ്പം നമ്മൾ ഇന്ന് ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇന്ന് എല്ലാവരും സമ്മറിയോ അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ അനാലിസിസോ ഒന്നും കേട്ട് ബോറടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഫുൾ ലൈവായിട്ട് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ഇപ്പോഴത്തെ ആ ഒരു സിലബസ് വെച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല. പഴയ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡൽ മിസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണ്ടേ? എന്താണ് LSS എക്സാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു ന്യൂ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സൊക്കെ എങ്ങനെ ആ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്രോച്ച് ചെയ്യുക ഈ ക്ലാസ്സിനെ. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് ആക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുപോലെ MCQ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാനും ഉണ്ട് അല്ലേ? ജസ്റ്റ് നിങ്ങൾ MCQ അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമല്ല LSS എക്സാമിനുള്ളത് അല്ലേ? നമ്മൾ എഴുതണം, അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അല്ലേ? നന്നായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയണം അല്ലേ? അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമ്മൾ പോവുകയാണ് LSS ലൈവ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ചാപ്റ്ററിൻ്റെ പേര് മെൻഷൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ്റെയും ആ ഒരു ഡിസ്കഷന് മുന്നേ ഇത് ഇന്ന ചാപ്റ്ററിലാണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചിലതങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കും ഇത് ഏത് ചാപ്റ്ററിലെയാണ്. ഏകദേശം ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യേണ്ട ടൈമായല്ലേ? അപ്പോൾ ഒരു പാസേജ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ചാപ്റ്ററിലെ ആണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായി, എന്നാലാണ് നിങ്ങൾ ആ ഒരു ട്രാക്കിൽ എത്തിയെന്ന് പറയാൻ പറ്റൂ അല്ലേ? അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ആ ഒരു യൂണിറ്റിൻ്റെയൊക്കെ ടൈറ്റിൽ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് യൂണിറ്റ് ഏതായിരുന്നു LSSൻ്റെ? LSS എന്നല്ല, നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ഏതാ? ആരാ പറയുന്നേ? വേഗം പറഞ്ഞേ. ഫസ്റ്റ് യൂണിറ്റ് ബിയോണ്ട് ഫിയർ അല്ലേ? ബിയോണ്ട് ഫിയറിൽ ദിൽന, ഐസക് അല്ലേ? ആ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ ഓർമ്മയുണ്ടോ? ലിറ്റിൽ ഹാൻഡ്സ്, ബിഗ് കറേജ് നമ്മൾ പഠിച്ചതാ ആ ഒരു യൂണിറ്റിലെ ചാപ്റ്റർ അല്ലേ? ഫൺ ടൈം എന്നൊക്കെ പറഞ്ഞ ആദ്യം അവർ പ്ലേ ടൈം ആയിരുന്നു. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോഴത്തേക്കും ദിൽന പറഞ്ഞു വേഗാകത്തേക്ക് വാ എന്ന് പറഞ്ഞു. പിന്നെ അടുക്കളയിലേക്ക് പോയി അല്ലേ? കിച്ചണിലേക്ക് പോയി കുക്കീസ് നോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിയതാണ് അല്ലേ? ഓർമ്മയുണ്ടോ? യെസ്. അപ്പം ആ രീതിയിൽ ആ ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ? ദിൽന, ഐസക്, അതുപോലെ ഐസക്കിൻ്റെ ആറ്റിറ്റ്യൂഡ്, അമ്മ പെട്ടെന്ന് എന്ത് ചെയ്തു? നിലത്ത് വീണപ്പോൾ എന്തായിരുന്നു? ഭയങ്കര സ്കെയേർഡായി. അപ്പോൾ സ്കെയേർഡ് മീനിങ്, വൊക്കാബുലറി എല്ലാം ചോദിക്കാം അല്ലേ? അതുപോലെ സിസ്റ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ്, ദിൽനയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? കറേജ്, എങ്ങനെയാണ് അവൾ ആ ഒരു കറേജ്, ധൈര്യം പ്രൂവ് ചെയ്തത്? അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ എവ്രിഡേ ഹീറോസ് ഓർമ്മയുണ്ടല്ലോ? പോലീസ്മാൻ അല്ലേ? എത്ര പേര്, ഫയർമാൻ, എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. വെൻ വി ഗോട്ട് എനി ഡേഞ്ചറസ് സിറ്റുവേഷൻ ഇൻ അവർ ലൈഫ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും ഹീറോസാണ് അല്ലേ? അല്ലാതെ നമ്മൾ മൂവിയിൽ കാണുന്ന ഹീറോസ് അല്ലാതെ നമുക്ക് പോലീസ്മാൻ അല്ലേ? നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മൾ ആരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, പാരൻസ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, അവരൊക്കെ നമ്മുടെ ലൈഫിലെ ഹീറോസാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി തന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു എവറിഡേ ഹീറോസ്. പിന്നെ നമ്മൾ ദി ട്രിക്ക് ഓഫ് കിച്ചു പഠിച്ചായിരുന്നല്ലോ. ആ കറേജ്, എങ്ങനെയാണ് നമ്മുടെ കിച്ചു എന്ന് പറയുന്ന ആ റാബിറ്റിനെ രക്ഷപ്പെടുത്തിയത്, എങ്ങനെയാണ് അവനൊരു ഹീറോ ആയിട്ട് മാറിയത് എന്നൊക്കെ ഓർമ്മയുണ്ടോ? ആ ഒരു കുങ്കൻ വൂൾഫിൻ്റെ കാര്യമൊക്കെ. ഒരു മിറർ എന്തായിരുന്നു അവിടെ കൊണ്ടുവന്ന ഒരു തിങ്, ആ ഒരു രക്ഷപ്പെടാനായിട്ട് കിച്ചു റാബിറ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് യൂസ് ചെയ്ത ഒരു തിങ് എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ മിറർ ആയിരുന്നു അല്ലേ? ചിന്നു ആണ് ആ മിറർ കൊടുത്തത്. അപ്പോൾ ആരാ കൊടുത്തത്? കാരണം നിങ്ങൾ ടെക്സ്റ്റ്
ഫുള്ള് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിരിക്കണം. അത് ടെസ്റ്റ് ചെയ്യുക അല്ലേ. നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ആരാണ് മിറർ കൊടുത്തത്, അല്ലെങ്കിൽ ഏത് വൂൾഫായിരുന്നു, അല്ലെങ്കിൽ പറ്റിച്ചത്, ആ മിററിനകത്ത് ആരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജിഗ്ഗു വൂൾഫ്, ഓർമ്മയില്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടാവണം. റിവൈസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ. പിന്നെ വോയിസസ് ഇൻ യൂണിസൺ അല്ലേ, പിന്നെ പേജസ് ഓഫ് വണ്ടർ, ഇതൊക്കെയായിരുന്നു ആദ്യത്തെ ആ 2 യൂണിറ്റ് അല്ലേ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഓർമ്മയുണ്ടോ, റെയിൻബോ പീപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ടൈറ്റിൽ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരണം. റെയിൻബോ പീപ്പിൾ എങ്ങനെയായിരുന്നു, റെയിൻബോ പീപ്പിൾ എങ്ങനെയാണ് ആ ടൈറ്റിൽ വന്നതെന്നൊക്കെ ഓർമ്മയുണ്ടോ? ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്കൈയിൽ നിന്ന് എന്തോ പറന്നു വന്നു അല്ലേ, റിബൺസ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള. അത് പിന്നീട് അവരുടെ ആ ഒരു ഫുൾ ബോഡി കളർ ചേഞ്ച് ചെയ്തു. പിന്നെ ഓരോ കളറിലുള്ള ആൾക്കാരും സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടൊക്കെ മാറി. അപ്പോൾ ഒരു ഡിവിഷൻ വന്നു, അവരൊരു വോള് ബിൽറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതായത് സെപ്പറേഷൻ വന്നു. ആദ്യം ഒരേ കളറുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് അങ്ങനെയൊക്കെ വന്നു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ചില ഗ്രൂപ്പിന് ഫുഡില്ല, ചില ഗ്രൂപ്പിന് വാട്ടർ ഇല്ല, ചില ഗ്രൂപ്പിന് ഷെൽട്ടർ ഇല്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നൊക്കെ അവർ തിരിച്ചറിയുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലേ. യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് റെയിൻബോ പീപ്പിൾ അതിനകത്ത് പറഞ്ഞത് അല്ലേ. ദി കളർഫുൾ ട്രഷർ, ആ ചാപ്റ്ററോ ആ ടൈറ്റിൽ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, എന്തായിരുന്നു ആ ഒരു കളർഫുൾ ട്രഷർ? അതെന്താണ്? ആ ഹെഡിങ് തന്നെ ചോദിക്കാം, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എന്തായിരുന്നു ആ കളർഫുൾ ട്രഷർ? ബുക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ദീദിയാണ് ആ ബുക്സ് കുട്ടികൾക്ക് അല്ലേ കൊടുത്തത്, ആ ഗാർബേജ് ഡംപ് ഏരിയയിൽ. അപ്പോൾ ഇവിടെയായിരുന്നു ആ കുട്ടികൾ ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഗാർബേജ് ഡംപിൻ്റെ ഏരിയയിൽ താമസിച്ചിരുന്ന കുട്ടികൾക്ക് എന്താണ് വിഷമം? അവർ വളരെ സാഡ് ആയിരുന്നു. വാട്ട്സ് ദ റീസൺ? യെസ്, ദേ ഡിഡ്ന്റ് ഏബിൾ ടു ഗോ ടു സ്കൂൾ അല്ലേ. അവർക്ക് സ്കൂളിൽ പോകാനുള്ള അവസരം കിട്ടിയില്ല. ആ സമയത്താണ് ദീദി വരുന്നതും കളർഫുൾ ബുക്സ് കൊടുക്കുന്നതും. അതിനകത്ത് ഒരുപാട് പിക്ചേഴ്സൊക്കെ കണ്ട് അട്രാക്റ്റഡായി അങ്ങനെ കുട്ടികൾ പതുക്കെ ലേൺ ചെയ്യാൻ പഠിക്കുന്നു, ഹൗ ടു റീഡ് അല്ലേ. ആരാണ് ഹെൽപ്പ് ചെയ്തത്? ദീദിയാണ്. അവസാനം ദീദിയെ കാണാനില്ല. അങ്ങനെ ദീദി അവരെ എങ്ങനെ അഡ്രസ്സ് കണ്ടെത്തി എത്തി എന്നുള്ളതൊക്കെ നമ്മൾ ആ ബുക്കിൽ നിന്നാണ് അവർക്ക് അഡ്രസ്സ് വായിക്കാനും എല്ലാം പറ്റിയതുകൊണ്ടാണ് ദീദിയെ കണ്ടെത്തുന്നതും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ഗുഡ് ബുക്സ് എന്ന് പറയുന്ന ഒരു പോം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇമ്പോർട്ടൻസ് ഓഫ് ബുക്സ് അല്ലേ. ബുക്സ് എപ്പോഴും നമ്മുടെ ഒരു കമ്പാനിയൻ ആയിരിക്കും അല്ലേ. നമ്മൾ ദേഷ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്തൊന്നും അത് ഡിസ്റ്റർബ് ചെയ്യാൻ, നമ്മളെ ഇങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. വളരെ സൈലൻ്റ് ആയിട്ട് നമ്മളെ ശ്രദ്ധിക്കും അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഗുഡ് ബുക്സിൻ്റെ ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല ഫ്രണ്ടായിട്ട് ബുക്ക് മാറുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മളതിനകത്ത് പഠിച്ചിരുന്നു. പിന്നെ എ ബുക്ക് ഫോർ പുച്കു എന്ന് പറയുന്ന ആ ഒരു ലെസണിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇമ്പോർട്ടൻസ് ഓഫ് ബുക്സ് തന്നെയാണ് അവിടെയും നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ പേജസ് ഓഫ് വണ്ടർ ആ യൂണിറ്റിൽ വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്തും ആ ഒരു ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയായിരുന്നു നമ്മൾ പഠിച്ചത്. അത്രയും പുച്കു ഭയങ്കരമായിട്ട് ബുക്കിനെ സ്നേഹിക്കുന്ന ഒരാൾ എവിടെ ഇരുന്നാലും, അതായത് നമ്മൾ ഒരു കാര്യത്തിലൂടെ നമുക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും അതിൽ ഇൻവോൾവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ബുക്കിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്താ, എനിക്ക് എപ്പോഴും ബുക്ക് വേണം, ബുക്ക് വായിക്കാൻ. അപ്പോൾ ആ ഒരു നല്ല ഹൈറ്റുള്ള ഒരു ഷെൽഫിൻ്റെ മുകളിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ എങ്ങനെയായാലും ബുക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസും എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആവുന്നതും എന്നൊക്കെയുള്ള ചാപ്റ്റർ ആയിരുന്നു അത് നമ്മൾ പഠിച്ചത്. പിന്നെ അടുത്ത 2 യൂണിറ്റ് എന്ന് പറയുന്നത് ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ്, ദി മെലഡി ഓഫ് റെയിൻ. അത് 2 ഓർമ്മയുണ്ടോ? ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സിലാണ് സ്റ്റോൺ സൂപ്പിൻ്റെ ആ ഒരു ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ സ്റ്റോൺ സൂപ്പ് എങ്ങനെയാണ് ആ ഒരു സ്റ്റോൺ സൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നതല്ലേ. അതുപോലെ ആ സ്റ്റോൺ സൂപ്പ് എന്താണ്, ആ മെസ്സേജ് ആ ഒരു ചാപ്റ്ററിൻ്റെ എന്നൊക്കെ ഓർമ്മയുണ്ടോ? അതായത് ശരിക്കും നമുക്ക് സ്റ്റോൺ സൂപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ആഡ് ആവുന്നുണ്ട്. എങ്ങനെയാണ്? പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്തിട്ടാണ് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തപ്പോഴാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റോൺ സൂപ്പ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഒരു മോറൽ ലെസൺ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ? നമ്മൾ ഒരുപാട് എല്ലാവരുമായിട്ട് യൂണിറ്റി അല്ലേ, ഒരു യൂണിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും അല്ലേ. ഏറ്റവും നല്ലൊരു മോറൽ ലെസനാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയത്. മെലഡി ഓഫ് റെയിൻ എന്ന് പറയുന്നതിനകത്തോ ആ ഒരു ജേണിയാണ്, ഒരു റെയിൻ ഡ്രോപ്പിൻ്റെ ജേണിയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എങ്ങനെയാണ്, എവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ എവിടെയെല്ലാം അത് എത്തിച്ചേർന്നു, എങ്ങനെ അത് ഹെൽപ്ഫുള്ളായി എർത്തിന്, അതുപോലെ നമ്മുടെ ആൾക്കാർക്ക്, ഫാമേഴ്സിന് എല്ലാവർക്കും എങ്ങനെ ഹെൽപ്ഫുൾ ആവാൻ പറ്റി, പ്ലാന്റ്സിന് എങ്ങനെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കി അല്ലേ ആ ഒരു ഡ്രോപ്പ്. പിന്നെ അവസാനം അത് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നതും അങ്ങനെയുള്ളൊരു
ജേണി, റെയിൻ ഡ്രോപ്പിൻ്റെ ജേണി, അങ്ങനെ നല്ല സ്റ്റോറീസൊക്കെ നമ്മൾ ഒരുപാട് നല്ല സ്റ്റോറീസൊക്കെ ഈ 5 യൂണിറ്റിൽ നിന്ന് നമ്മൾ പഠിച്ചു അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ് എല്ലാം. ഇഷ്ടമായിരുന്നു എല്ലാവർക്കും? അപ്പോൾ ഈ സ്റ്റോറീസൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തല്ലേ പഠിച്ചത്. അപ്പോൾ ഇതിനകത്ത് നീ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് വെച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനും ആക്റ്റീവായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും പറ്റും അല്ലേ. നിങ്ങൾ ഇത്രയും നല്ല രസകരമായിട്ട് എല്ലാ സ്റ്റോറിയും എൻജോയ് ചെയ്തല്ലേ പഠിച്ചത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാം. പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഒരുപാട് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒന്നും ഭയങ്കര നമ്മൾ ഒരുപാട് ഗ്രാമർ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. പക്ഷേ ഭയങ്കരമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഗ്രാമറിൽ നിന്ന് വരുന്നൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കൂടുതലും നിങ്ങൾക്ക് ഈ ടെക്സ്റ്റൽ ലെസണായിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതായത് നമുക്ക് സ്റ്റോറിയും അതുപോലെ പോംസൊക്കെ നന്നായിട്ട് ലൈൻ ബൈ ലൈൻ വായിച്ചുള്ള ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ലെവലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ ഈസിയാണ്. പിന്നെ ഗ്രാമറൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ കുറേ വട്ടം നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഗ്രാമറില്ലേ, ടെൻസസ് ഒക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗ്രാമർ പോർഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വൊക്കാബുലറി, അങ്ങനെ ഒരു പാറ്റേൺ ആണ് പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് റെഡി ആയാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ സെറ്റല്ലേ എല്ലാവരും? യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾ ആക്റ്റീവായിട്ട് ആൻസർ ചെയ്യാം. Read the passage and answer the questions. അപ്പോൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ. It was a hot and sunny day. A young traveler reached a village. He was exhausted and hungry. Every window and door was locked. The village seemed an unfriendly place. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ഒരു പാസേജ് കാണുമ്പോഴേ നമുക്കറിയാം ദി സ്റ്റോൺ സൂപ്പ് എന്ന് പറയുന്ന ആ ലെസണിൽ നിന്നാണ് ഇത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ആ പാസേജ് കാരണം നിങ്ങൾക്ക് നന്നായിട്ട് ആ സ്റ്റോറി അറിയാം. അപ്പോൾ അത് ഏത് ലെസണിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? യെസ്. അപ്പോൾ ഇതിനകത്ത് വൊക്കാബുലറി റിലേറ്റഡ് ചോദിക്കാം. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതാനുള്ള 1-2 സെൻറ്റൻസിൽ ആൻസർ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ചൂസ് ദി കറക്റ്റ് ആൻസർ. ദി വേർഡ് എക്സോസ്റ്റഡ് മീൻസ്, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ള വേർഡാണ്. കണ്ടോ, കുറച്ച് നിങ്ങൾക്ക് എക്സോസ്റ്റഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ടെക്സ്റ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വേർഡ് അല്ലെന്ന് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വേർഡ് ഇനി ആയാലും നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം. നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്ന വേർഡ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ മറ്റ് വേർഡ്സ് മീനിങ് കണ്ടെത്തി എഴുതി പഠിക്കുക. ഓക്കെ. അപ്പോൾ എക്സോസ്റ്റഡ് എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വേർഡാണ് ആ പാസേജിൽ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഏതാണ്, ഹാപ്പി ആണോ? എക്സോസ്റ്റഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ഹാപ്പി ആണോ, വെരി ടയേർഡ് ആണോ, ആംഗ്രി ആണോ, എക്സൈറ്റഡ് ആണോ? ഏതാണ്? ഹാപ്പിനെസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ എക്സോസ്റ്റഡ്? എന്താണെന്ന് വളരെ ആലോചിച്ച് നിങ്ങൾ ആൻസർ ചെയ്തേ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്? ദി വേർഡ് എക്സോസ്റ്റഡ് മീൻസ് ഹാപ്പി, വെരി ടയേർഡ്, ആംഗ്രി, എക്സൈറ്റഡ്. എനർജറ്റിക് ആയിട്ട് വേഗം ആൻസർ ചെയ്തേ. ഈസിയാണ്. ആരൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. എക്സോസ്റ്റഡ് എന്ന് പറയുന്ന വേർഡ് ടെക്സ്റ്റിലുള്ള വേർഡാണ്. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്? വേഗം പറഞ്ഞേ. ഹാപ്പി ആണോ, വെരി ടയേർഡ് ആണോ, ആംഗ്രി ആണോ, എക്സൈറ്റഡ് ആണോ? ഏതാണ് ആൻസർ? ഏതാ? വേഗം പറഞ്ഞേ. ആൻസർ ഏതാ വരുന്നേ? ഓപ്ഷൻ 2 ആണ് അല്ലേ? വെരി ടയേർഡ്. അപ്പോൾ ആലോചിച്ച് വെക്കുക, ഓർത്ത് വെക്കുക ഈ വേർഡിൻ്റെ മീനിങ്. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ് എന്നാണ് മീനിങ്. ദി വില്ലേജ് സീംഡ് അൺഫ്രണ്ട്ലി ബിക്കോസ്. എന്തുകൊണ്ടാണ് വില്ലേജ് വളരെ അൺഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത്? എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് റെയിനിങ്. ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടായിരുന്നോ ആ ഒരു വില്ലേജ് അൺഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത്? പീപ്പിൾ വാസ് സ്ലീപ്പിംഗ്. അതോ ആൾക്കാരെല്ലാം കിടന്ന് ഉറങ്ങുമായിരുന്നോ? അതുകൊണ്ടാണോ അൺഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത്? ഡോർസ് ആൻഡ് വിൻഡോസ് വേർ ലോക്ക്ഡ്. അതോ ഡോർസും വിൻഡോസും എല്ലാം ലോക്ക്ഡ് ആയിട്ട് ഒരു എംപ്റ്റി വില്ലേജ് ആയിട്ട് കിടന്നിരുന്നു, അതുകൊണ്ടാണോ? ഓ ദി ട്രാവലർ വാസ് ഷൗട്ടിങ്. ട്രാവലർ ഷൗട്ട് ചെയ്തുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ആ വില്ലേജ് അൺഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത്? സ്റ്റോൺ സൂപ്പിൻ്റെ ആ ഒരു സ്റ്റോറി ഫുള്ള് മനസ്സിൽ വരണം. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അല്ലേ? എന്തുകൊണ്ടായിരുന്നു? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? യെസ്, ഡോർസ് ആൻഡ് വിൻഡോസ് വേർ ലോക്ക്ഡ് അല്ലേ? ഓപ്ഷൻ ഏതാണ്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ 3. ആരാണ് പറഞ്ഞത്? ഓപ്ഷൻ 3. യെസ്, ഹന്നയാണ് അല്ലേ? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയല്ലോ. ഇനി നോക്കാം. ഹോട്ട് ആൻഡ് സണ്ണി ഡിസ്ക്രൈബ്.
ഹോട്ട് ആൻഡ് സണ്ണി എന്തോ ഒരു വേർഡിനെ ആയിരുന്നു അത് ഡിസ്ക്രൈബ് ചെയ്തത്. ഏത് വേർഡിനെ ആയിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ അതുണ്ട്. വില്ലേജ്, ഹോട്ട് ആൻഡ് സണ്ണി വില്ലേജ് എന്നായിരുന്നോ പറഞ്ഞത്? ഒന്ന് നിങ്ങൾക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും അല്ലേ. ഹോട്ട് ആൻഡ് സണ്ണി വില്ലേജ് ആണോ, ഹോട്ട് ആൻഡ് സണ്ണി ഡേ ആണോ, ഹോട്ട് ആൻഡ് സണ്ണി ട്രാവലർ ആണോ, ഹോട്ട് ആൻഡ് സണ്ണി കോട്ടേജ് ആയിരുന്നു? എന്തായിരുന്നു ആൻസർ കറക്റ്റ്? പറഞ്ഞേ വേഗം. ആൻസർ ഏതായിരുന്നു? ഇവിടെ ഡോസ് ആൻഡ് വിൻഡോസ് വെർ ലോക്ക്ഡ്. ഓപ്ഷൻ 3 കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. യെസ്. അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു പാസേജ് നിങ്ങൾ നോക്കുക, ശ്രദ്ധിച്ച്. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ അല്ലേ, ആ ഒരു ദിവസത്തെ ആയിരുന്നു ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് അല്ലേ. അപ്പം ഹോട്ട് ആൻഡ് സണ്ണി ഡേ ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ഏതാ വരുന്നത്? ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? യെസ്. നെക്സ്റ്റ്, ഇനി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നോ എന്നൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യണം. വൈ വാസ് ട്രാവലർ ഹംഗ്രി? എന്തുകൊണ്ടായിരുന്നു ട്രാവലർ ഹംഗ്രി? പറയുന്നുണ്ട് നല്ല വിശന്നിട്ടായിരുന്നു വരുന്നത്, അതുകൊണ്ടാണ് ഒരു ഡോറിൽ വന്ന് നോക്ക് ചെയ്യുന്നത് അല്ലേ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന രീതിയിൽ. അപ്പോൾ വൈ വാസ് ട്രാവലർ ഹംഗ്രി അത് നിങ്ങൾ തിങ്ക് ചെയ്യണം. ഡയറക്റ്റായിട്ട് അതിനകത്ത് ടെക്സ്റ്റിൽ പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? ഭയങ്കര വിശന്നത്, ട്രാവലർ അല്ലേ, ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് അയാൾ യാത്ര ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അയാൾ വളരെ ഹംഗ്രി ആൻഡ് ടയേർഡ്, എക്സോസ്റ്റഡ് എന്നൊക്കെ പറയുന്നത്. ഹൗ ഡിഡ് ദി വില്ലേജ് ലുക്ക്? അത് നമ്മൾ പറഞ്ഞു അൺഫ്രണ്ട്ലി ആണ് അല്ലേ. ഫ്രണ്ട്ലി അല്ല, ഒട്ടും ഫ്രണ്ട്ലി അല്ല. എല്ലാം ഡോസും വിൻഡോസും ഒക്കെ ലോക്ക്ഡ് ആണ്. ഇനി ഇഫ് യു വർ ഇൻ ദി വില്ലേജ് വാട്ട് വുഡ് യു ഡു ഫോർ ദി ട്രാവലർ? റൈറ്റ് 4 to 5 സെൻറ്റൻസസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, 3 മാർക്സ് അല്ലേ, 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് അത്രയും കെയർഫുള്ളായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾ ആൻസറിലേക്ക് എത്തണം. ഇഫ് യു വേർ ഇൻ ദി വില്ലേജ്, അപ്പോൾ യു വേർ നിങ്ങളായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നാൽ വാട്ട് വുഡ് യു, കണ്ടോ അവിടെ വുഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വുഡിൽ, ഐ വുഡ് എന്ന് പറഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഏത് ടെൻസ് ആണോ യൂസ് ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഇഫ് യു വേർ എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളായിരുന്നുവെങ്കിൽ, നിങ്ങളല്ലല്ലോ ട്രാവലർ, നിങ്ങൾ ആ ഒരു വില്ലേജിലെ ആൾക്കാർ നിങ്ങളല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ വില്ലേജിലല്ല താമസിക്കുന്നത്. പക്ഷേ ഇമാജിൻ ചെയ്യാനാണ് പറയുന്നത്. ഇഫ് യു വേർ നിങ്ങളായിരുന്നുവെങ്കിൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആൻസറിൽ? ഐ വുഡ്. കണ്ടോ ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. വാട്ട് വുഡ് യു എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഐ വുഡ് എന്ന് പറഞ്ഞാൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഐ വുഡ്, ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആൻസർ എഴുതണം. അപ്പോൾ നമ്മൾ വലിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇതിനുള്ള ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് എഴുതുക നോക്കിക്കേ. വൈ വാസ് ദി ട്രാവലർ ഹംഗ്രി? ഹി ഹാഡ് ട്രാവൽഡ് എ ലോങ് ഡിസ്റ്റൻസ് അല്ലേ. എന്തുകൊണ്ടാണ് ഹംഗ്രി ആയത്? ഭയങ്കരമായിട്ട് വിശന്നു പോയത് എന്താ? ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതുകൊണ്ട്. ഹൗ ഡിഡ് ദി വില്ലേജ് ലുക്ക്? വില്ലേജ് എങ്ങനെയായിരുന്നു? ദി വില്ലേജ് ലുക്ക്ഡ് എംപ്റ്റി ആൻഡ് അൺഫ്രണ്ട്ലി. ക്ലോസ്ഡ് ആണല്ലേ, വിൻഡോസ് ആൻഡ് ഡോസ് വേർ ക്ലോസ്ഡ്. അതുകൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വിൻഡോസും ഡോസും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, അൺഫ്രണ്ട്ലി ആയിരുന്നു. ഇഫ് യു ആർ ഇൻ ദി വില്ലേജ് വാട്ട് വുഡ് യു ഡു ഫോർ ദി ട്രാവലർ? കണ്ടോ, അപ്പോൾ അവിടെ ആ വുഡ് ചേർത്ത് തന്നെ നമ്മൾ ആൻസർ എഴുതണം കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഐ വുഡ് വെൽക്കം ദി ട്രാവലർ കൈൻഡ്ലി. ഞാനായിരുന്നെങ്കിൽ ഞാൻ വളരെ എന്താണ് കൈൻഡായിട്ടല്ലേ, വളരെ സമാധാനത്തോടെ സ്നേഹത്തോടെ വെൽക്കം ചെയ്തേനെ. അങ്ങനെ ആയിരിക്കില്ലേ നിങ്ങൾ? യെസ്. ഐ വുഡ് ഗീവ് ഹിം ഫുഡ് ആൻഡ് വാട്ടർ. ഞാൻ അവന് ഫുഡും വാട്ടറും ഒക്കെ കൊടുക്കും. കാരണം ഒരു ട്രാവലർ അല്ലേ, ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ആളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും? ഐ വുഡ് ഗീവ്. ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ഫുഡും വാട്ടറും ഒക്കെ കൊടുത്തേനെ. ഐ വുഡ് ലെറ്റ് ഹിം റെസ്റ്റ് ഇൻ മൈ ഹൗസ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഒരല്പസമയം റെസ്റ്റ് ചെയ്യാനും കൂടെ സഹായിച്ചേനെ അല്ലേ. എന്തൊരു നല്ല മനസ്സാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യുക അല്ലേ. ഒരു ട്രാവലർ വന്ന് വിശന്ന് പൊരിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിൽ മുറ്റത്ത് നിൽക്കുവാണ്. അപ്പോൾ പറയും, നിങ്ങൾക്ക് ഞാൻ ഫുഡ് തരാം അല്ലേ. ഞാനാണെങ്കിൽ ഫുഡ് കൊടുക്കും, വാട്ടർ കൊടുക്കും, അതുപോലെ ഞാൻ വെൽക്കം ചെയ്യും, അതുപോലെ റെസ്റ്റ് ചെയ്യാനും കൂടെ ഞാൻ എൻ്റെ വീട് കൊടുക്കും അല്ലേ. റെസ്റ്റ് ചെയ്യാനും കൂടെ അവസരം കൊടുക്കും എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു 3 or 4 സെൻറ്റൻസസിൽ എഴുതുക. ഓക്കെ, യെസ്. ദെൻ റീഡ് ദി പാസേജ്. ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ് സെഡ് ദി ട്രാവലർ കോൺഫിഡൻ്റ്ലി. അപ്പോൾ ഇത് ഇനി അടുത്തൊരു പാസേജാണ്. അപ്പോൾ ഇതിനായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം.
ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺസ്. ആ ഒരു ചാപ്റ്റർ, സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലേ ഇന്ന് ചെയ്യേണ്ടത് അല്ലേ? യെസ്, സെഡ് ദി ട്രാവലർ കോൺഫിഡൻ്റ്ലി. ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? ഗിഗിൾഡ് ദി ഓൾഡ് വുമൺ. ഇപ്പോൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യും ഇതിനകത്ത് ഏതൊക്കെ വേർഡാണ് എനിക്ക് പാടായിട്ടുള്ളത്, അതിനകത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഗ്രാമർ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ, ഇത് നോക്കിക്കേ. സെഡ് ദി ട്രാവലർ കോൺഫിഡൻ്റ്ലി, ഇതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കോൺഫിഡൻ്റ്ലി LY വരുന്ന ഒട്ടുമിക്ക വേർഡ്സും എന്തിന് എക്സാമ്പിളാണ്? ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? LY വരുന്ന ലാസ്റ്റിൽ LY വരുന്ന വേർഡ്സ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതോ പറഞ്ഞിരുന്നു. എന്തായിരുന്നു പാർട്സ് ഓഫ് സ്പീച്ച്? അതിനകത്ത് ഏതോ ഒരു പാർട്ട് അല്ലേ? ഈ കോൺഫിഡൻ്റ്ലി, ഫ്ലുവൻ്റ്ലി, സ്ലോലി എന്നൊക്കെ പറയുന്ന LY എൻഡ് ചെയ്യുന്ന വേർഡ്സ് എന്തിന് എക്സാമ്പിളാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തിന് എക്സാമ്പിളായിരുന്നു? ആഡ്വേർബിന് എക്സാമ്പിളാണ്. എന്തിന് എക്സാമ്പിളാണ്? ആഡ്വേർബിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നമുക്ക് ഇങ്ങനെയുള്ള പാസേജ് വന്നാൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്ന് നമ്മൾ ആലോചിക്കണം അല്ലേ? അപ്പോൾ ഇത് വരാം, ഇത് ഐഡൻറ്റിഫൈ ദി വേർഡ് കാറ്റഗറി അല്ലേ? ഏതാണ് ആ ഒരു ഏത് പാർട്സ് ഓഫ് സ്പീച്ചിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യണം. സിമ്പിൾ. ആഡ്വേർബാണ്. നൗൺ ആണോ? അല്ല. വേർബും അല്ല. സെഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പറയുക, ആക്ഷൻസ് ആണ് വേർബ് അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെ പറഞ്ഞു? കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ കോൺഫിഡൻ്റ്ലി LY വരുന്ന മിക്ക വേർഡ്സും, എല്ലാ വേർഡ്സും എന്തായിരിക്കും? ആഡ്വേർബ് ആയിരിക്കും. അപ്പോൾ ഇവിടെ LY വന്നു. അതുപോലെ തന്നെ ആക്ഷൻ വേർഡായിട്ടുള്ള സെഡ്, വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് കോൺഫിഡൻ്റ്ലി. സോ ദാറ്റ്സ് എ എക്സാമ്പിൾ ഫോർ വാട്ട്? ആഡ്വേർബ്. ഓക്കെ, മനസ്സിലായോ? ചൂസ് ദി കറക്റ്റ് ആൻസർ. ദെൻ ദി ഓൾഡ് വുമൺ ഗിഗിൾഡ് ബിക്കോസ് ഷീ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദി ഓൾഡ് വുമൺ ഗിഗിൾഡ്. അപ്പോൾ ഗിഗിൾഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. ഗിഗിൾഡ് എന്ന് പറഞ്ഞാൽ കളിയാക്കി ചിരിക്കുക അല്ലേ? ഗിഗിൾഡ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഓൾഡ് വുമൺ ഗിഗിൾഡ്? കളിയാക്കി അങ്ങനെ ചിരിച്ചത് എന്തുകൊണ്ടാണ്? വാസ് ആംഗ്രി, ഭയങ്കര ദേഷ്യം ആയതുകൊണ്ടാണോ അങ്ങനെ ചിരിക്കുന്നത്? പരിഹാസച്ചിരി അല്ല. വാസ് സർപ്രൈസ്, അതോ പെട്ടെന്ന് അത്ഭുതപ്പെട്ടോ, സർപ്രൈസ്ഡ് ആയോ? ഫൗണ്ട് ഇറ്റ് ഫണ്ണി, അതോ അത് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു തമാശയായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയോ? വാസ് അഫ്രൈഡ്, അതോ പേടി കൊണ്ടാണോ? എന്തുകൊണ്ടായിരുന്നു ആ ഓൾഡ് വുമൺ ചിരിച്ചത് അങ്ങനെ? ഒരു പരിഹാസത്തോടെയുള്ള ചിരി എന്തിനാണ് നടത്തിയത് അല്ലേ? വാസ് എന്താണ്? ഫൗണ്ട് ഇറ്റ് ഫണ്ണി. ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആണല്ലേ? ഓപ്ഷൻ 3 അല്ലേ? സർപ്രൈസ്ഡ് ആയതുകൊണ്ടാണോ? ഒന്ന് ആലോചിച്ച്. ഓൾഡ് വുമൻ ഗിഗിൾ ബിക്കോസ് സ്റ്റോൺ സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫണ്ണി ആയിട്ടല്ലേ തോന്നും. പിന്നെ കല്ലൊക്കെ വെച്ചിട്ട് സ്റ്റോണൊക്കെ വെച്ചിട്ടാണോ സൂപ്പ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊരു ഫണ്ണി ആയിട്ടല്ലേ തോന്നുന്നത്. അങ്ങനെ ഫണ്ണി ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ആ ഓൾഡ് വുമൻ ഗിഗിൾഡ് അല്ലേ? ആ ഒരു പരിഹാസത്തോടെ ചിരിച്ചത്. പിന്നെ സ്റ്റോൺ സൂപ്പ് എന്ന് പറഞ്ഞ് ചിരിച്ചത് അല്ലേ? ഫൗണ്ട് ഇറ്റ് ഫണ്ണി. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഡയറക്റ്റായിട്ട് ഫണ്ണി ആയതുകൊണ്ടാണ് ചിരിച്ചതെന്നൊന്നും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടായിരിക്കാം ചിരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി ആൻസർ ചെയ്യണം. ഓക്കെ, ദി ട്രാവലർ ലുക്ക്ഡ്. ട്രാവലർ എങ്ങനെയായിരുന്നു കാണപ്പെട്ടത്? ടയേർഡ് ആണോ, കോൺഫിഡൻ്റ് ആണോ, സാഡ് ആണോ, വെറീഡ് ആണോ? ഇത് ഈ പാസേജിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചതെന്ന് ഓർക്കണം. ഓക്കെ, കോൺഫിഡൻറ്റ്, ഐ ആം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്. അപ്പോൾ ഇവിടെ 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ. ആ ഒരു പാസേജിനെ, ആ 2-3 സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലാതെ തുടക്കത്തിൽ ട്രാവലർ എക്സോസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പാസേജിൽ എന്താണ്? ഐ ആം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്. അതാണ് ട്രാവലർ പറഞ്ഞത്. അയാൾ എങ്ങനെയാണ് പറഞ്ഞത്? കോൺഫിഡൻ്റ് ആയിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് കാണപ്പെട്ടത്? വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണല്ലേ? സൂപ്പ് ഞാൻ ഉണ്ടാക്കും, സ്റ്റോൺ സൂപ്പ്, ഞാനിപ്പോൾ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു പാരാഗ്രാഫിൽ നിന്ന്, ഈ ഒരു പാസേജിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. തന്നിരിക്കുന്ന പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ചിലപ്പോൾ തുടക്കത്തിൽ വേറെ കാര്യങ്ങൾ ഇപ്പോൾ ട്രാവലർ എക്സോസ്റ്റഡ്, ടയർഡ് എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പാസേജിൽ എന്താ പറയുന്നത്? സ്റ്റോൺ സൂപ്പ് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്, റെഡിയാക്കാൻ പോവുകയാണ് എന്ന് കോൺഫിഡൻ്റ് ആയിട്ടാണ് ട്രാവലർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ? കോൺഫിഡൻറ്റ്. യെസ്, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. വൈ ഡിഡ് ദി ഓൾഡ് വുമൻ ലെറ്റ് ട്രാവലർ ഇൻ? അതിനകത്ത് തന്നെ ആൻസർ ഉണ്ടല്ലേ, നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്തത്. എന്തുകൊണ്ടായിരുന്നു ഓൾഡ് വുമൻ ട്രാവലറിനെ അകത്തേക്ക് കയറ്റിയത്? ആ ഓൾഡ് വുമനെ അറിയണം എങ്ങനെയാണ് ഒരു സ്റ്റോൺ സൂപ്പ് റെഡിയാക്കുന്നത്. നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് കുറച്ച് എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് നീ അകത്ത് കയറി വന്നോ, നമുക്ക് സ്റ്റോൺ സൂപ്പ് റെഡിയാക്കാം എങ്ങനെയാണെന്ന്. ഷീ വാണ്ട് ടു നോ ഹൗ ടു മെയ്ഡ് എ സ്റ്റോൺ സൂപ്പ്. ദാറ്റ്സ് വൈ ഷീ ലെറ്റ് ഹിം ഇൻ.
അതുകൊണ്ടാണ് അകത്തേക്ക് കയറ്റിയത്. ക്യാൻ സൂപ്പ് ബി മെയ്ഡ് ഓൺലി വിത്ത് എ സ്റ്റോൺ? വൈ? അതുപോലെ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു സൂപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ചാപ്റ്റർ പഠിച്ചതായതുകൊണ്ട് അറിയാം, ഒരു സ്റ്റോൺ സൂപ്പ്, അതായത് സ്റ്റോൺ വെച്ച് മാത്രം ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? ആക്ച്വലി ആ സ്റ്റോണിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു, അത് ഇവനൊരു ട്രിക്ക് എടുത്തതല്ലേ, ട്രിക്കാണത്. ആ സ്റ്റോൺ സൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സൈറ്റഡ് ആവും, അപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടും അല്ലേ, അങ്ങനെ എല്ലാവരുടെയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടി, എല്ലാവരുടെയും വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം കിട്ടി, ശരിക്കും ഒരു സൂപ്പായി അല്ലേ, നല്ലൊരു അടിപൊളി സൂപ്പ് കിട്ടി. പക്ഷെ അത് സ്റ്റോൺ വെച്ച് മാത്രം, ഒരു സ്റ്റോണും കുറച്ച് വാട്ടറും മാത്രം ഉണ്ടെങ്കിൽ സൂപ്പ് ആവുമോ? അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ട് മാത്രം സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇതെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എഴുതണം, 1-2 സെൻറ്റൻസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ദെൻ ഫൈൻഡ് വേർഡ്സ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻ ലാഫ്ഡ് ഇൻ എ സില്ലി വേ. അതാണ് നമ്മൾ പറയുന്നത്, വളരെ സില്ലി ആയിട്ട് ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ നേരത്തെ ഒരു വേർഡ് പരിചയപ്പെട്ടു, പരിഹാസത്തോടെ വളരെ സില്ലി ആയിട്ട് ചിരിച്ച വേർഡ് ഏതായിരുന്നു? അത് ഗിഗിൾഡ് അല്ലേ, ഓർമ്മയുണ്ടോ? ഈ വേർഡ് ഓർമ്മയുണ്ടോ? യെസ്, ഗിഗിൾഡ്. അപ്പോൾ അവിടെ ആൻസർ ഏതാ വരിക? ഗിഗിൾഡ് ആണ്. ഓക്കെ, ഇവിടെ ആൻസർ ഏതാ വരിക? ഗിഗിൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം, എഴുതാൻ പറ്റണം. പിന്നെ ഷുവർ ഓഫ് വൺ സെൽഫ്, വളരെ നമുക്ക് ഉറപ്പുള്ള കാര്യം, അതിനെ നമ്മൾ എന്താ പറയുക? ഏത് വേർഡാണ്? തൊട്ട് കഴിഞ്ഞ പാസേജിൽ യൂസ് ചെയ്തത് കോൺഫിഡൻ്റ് ആണ് അല്ലേ. ഷുവർ അബൌട്ട് വൺ സെൽഫ്, കോൺഫിഡൻറ്റ്, നമ്മൾ ഭയങ്കര ഉറപ്പാണ്, ഇതെന്തായാലും ഞാൻ റെഡിയാക്കും എന്നൊരു കോൺഫിഡൻസ്. വൈ ഡിഡ് ദി ഓൾഡ് വുമൺ ലെറ്റ് ദി ട്രാവലർ ഇൻ? ഷി വാസ് ക്യൂരിയസ് അബൌട്ട് ദി സ്റ്റോൺ സൂപ്പ്. എങ്ങനെയാണ് ഈ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് അറിയണം, അതുകൊണ്ടാണ് എൻ്റർ ചെയ്തത് അല്ലേ, അല്ലെങ്കിൽ അയാളെ അകത്തേക്ക് കയറ്റിയത്. ക്യാൻ സൂപ്പ് ബി മെയ്ഡ് ഓൺലി വിത്ത് എ സ്റ്റോൺ? വൈ? നോ. അപ്പം അതിൻ്റെ ആൻസർ എന്താ? നോ. ഒരിക്കലും നമുക്കൊരു സ്റ്റോൺ വെച്ച് മാത്രം ഒരിക്കലും സൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. സൂപ്പ് നീഡ് വെജിറ്റബിൾസ് ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ്. സൂപ്പിന് വെജിറ്റബിൾസും മറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം വേണം അല്ലേ. യെസ്, അടുത്ത നോക്കിക്കേ, അടുത്തൊരു സെൻറ്റൻസ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ളതാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ദി അരോമ സ്പ്രെഡ് ത്രൂ ദി വിൻഡോ, ദി വില്ലേജേഴ്സ് ഫോളോ ദി ഡെലീഷ്യസ് സ്മെൽ. ദി അരോമ, അപ്പം അരോമ പെട്ടെന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വേർഡ് അല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്കറിയാം അല്ലേ, നിങ്ങൾ നല്ല പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് കേട്ട് ഓൾറെഡി ഇതെല്ലാം പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്കറിയാം. എന്നാലും ആ അരോമ എന്ന് പറയുന്ന വേർഡ് ഇതിലേതുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്നൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലേ. ചൂസ് ദി കറക്റ്റ് ആൻസർ. അരോമ മീൻസ് എന്താണ്? അരോമ സ്മോക്ക് ആണോ, സൗണ്ട് ആണോ, പ്ലസൻറ്റ് സ്മെല്ലാണോ, ഹീറ്റ് ആണോ? അപ്പോൾ ആ വേർഡ് കുറച്ച് വളരെ ഈസി ആയിട്ടൊന്നൊരു വേർഡായിട്ട്, വളരെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡായിട്ട് തോന്നില്ല. അപ്പോൾ ആരോമ മീനിങ് എന്തായിരിക്കാം എന്നൊക്കെ ആലോചിക്കുക അല്ലേ. ഏതാ വരിക? സ്മോക്ക് ആണോ, സൗണ്ട് ആണോ, അതോ പ്ലസൻറ്റ് സ്മെൽ? പ്ലസൻറ്റ് സ്മെല്ലാണല്ലേ, നല്ലൊരു സ്മെൽ അല്ലേ, പ്ലസൻറ്റ് സ്മെൽ. ദ വില്ലേജേഴ്സ് കെയിം ബിക്കോസ്, വില്ലേജേഴ്സ് ഒക്കെ ആ അരോമ കേട്ട്, ആ സ്മെല്ല് കേട്ട്, യെസ്, ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നവീനാണ്, യെസ് കറക്റ്റാണ്. യെസ്, ഹന്ന, നവീനൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, ദി അരോമ എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട്, നിങ്ങൾക്ക് അറിയാം, ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ദി വില്ലേജേഴ്സ് കെയിം ബിക്കോസ്, വില്ലേജേഴ്സ് എന്തുകൊണ്ടാണ് അവിടെ വന്നത്? ദേ വർ ആംഗ്രി, അതായത് ഈ സൂപ്പ്, സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുന്ന ഇടത്തേക്ക് എന്തിനാണ് എല്ലാ വില്ലേജേഴ്സും വന്നത്? ദേ വർ ആംഗ്രി, അവർ ഭയങ്കര ദേഷ്യമായതുകൊണ്ടാണോ? അതിനെന്തിനാണ് വരുന്നത് അല്ലേ? ദേ ഹേർഡ് മ്യൂസിക്, അതോ ഏതെങ്കിലും മ്യൂസിക് കേട്ട് വന്നതാണോ? ദേ സ്മെൽ ദിസ് സൂപ്പ്, അതോ ആ സൂപ്പിൻ്റെ സ്മെല്ല് ഇവർ ഫെൽറ്റ് ചെയ്തിട്ട് വന്നതാണോ? ദേ സോ സ്മോക്ക്, അതോ സ്മോക്ക് ഇങ്ങനെ വരുന്ന കണ്ടിട്ട് അട്രാക്ട് ചെയ്ത് വന്നതാണ്. എങ്ങനെയാണ് വന്നത്? അരോമ അല്ലേ, അവർ സ്മെല്ലാണ്, അവർ സ്മെല്ല് ചെയ്തു, അതുകൊണ്ടാണ് അവർ അവിടേക്ക് എത്തിച്ചേർന്നത് വില്ലേജേഴ്സ് എല്ലാം. യെസ്, ഓപ്ഷൻ 3 ആണ്. ദെൻ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. എങ്ങനെയാണ്? വാട്ട് ഡിഡ് നെയ്ബർ ആഡ് ടു ദി സൂപ്പ്? നെയ്ബർ എന്താണ് ആഡ് ചെയ്തത്? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അല്ലേ, നെയ്ബർ, ഒരു നെയ്ബർ വന്നിട്ട് എന്തോ ആഡ് ചെയ്തു, അതെന്തായിരുന്നു എന്ന് ഓർക്കുക. നെയിം എനി 2 ഇൻഗ്രീഡിയൻസ് ആഡ് ലീറ്റ്. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഓർഡറിലൊക്കെ പറഞ്ഞതല്ലായിരുന്നോ? ആഡ് ചെയ്ത്, സോൾട്ട് ആഡ് ചെയ്തു, വാട്ടർ ആഡ് ചെയ്തു, അങ്ങനെ പറഞ്ഞില്ലേ, ബീൻസ്, ടേർണിപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തു, ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്, അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തു. അതിൽ ഏതെങ്കിലും 2 എണ്ണം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തത് ചോദിച്ചാൽ വളരെ ഈസിയാണ്. നെയ്ബർ ആദ്യം എന്തായിരുന്നു ആഡ് ചെയ്തതെന്ന് ഓർക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തു. അത് ഏതൊക്കെയാണ്? 1, 2 എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. യെസ്, കോൺവെർസേഷൻ റൈറ്റിംഗ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടെ എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ് എ ഷോർട്ട് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി ട്രാവലർ ആൻഡ് എ വില്ലേജർ അബൌട്ട് ആഡിങ് വെജിറ്റബിൾസ് ടു ദി സൂപ്പ്. അതായത് വെജിറ്റബിൾസ് ഒക്കെ സൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നു വില്ലേജർ. അപ്പോൾ ഒരു വില്ലേജറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. അപ്പം
വില്ലേജറും ട്രാവലറും തമ്മിലുള്ള ഒരു ഷോർട്ട് കോൺവെർസേഷൻ, ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? യെസ്, വാട്ട് ഡിഡ് എ നെയ്ബർ ആഡ് ടു ദി സൂപ്പ്? ഓർമ്മയുണ്ടോ? ടേണിപ്സ് ആൻഡ് ബീൻസ് ആയിരുന്നു നെയ്ബർ ആഡ് ചെയ്തത്. ഇതാ പറയുന്നത്, നമ്മൾ ലൈൻ ബൈ ലൈൻ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിരിക്കണം കേട്ടോ. യെസ്, നെയിം എനി 2 ഇൻഗ്രീഡിയൻസ് ആഡഡ് ലേറ്റർ. പിന്നീട് എന്തെല്ലാം ആഡ് ചെയ്തു അല്ലേ? അനിയൻ, ക്യാരറ്റ്, ചിക്കൻ, സ്പൈസസ്, ഇതിൽ ഏത് വേണമെങ്കിലും, ചിക്കൻ ഒക്കെ നമുക്ക് ക്യാരറ്റ് എന്ത് വേണമെങ്കിലും ഏതെങ്കിലും 2 എണ്ണം, അതായത് ക്വസ്റ്റ്യനിൽ 2 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ബീൻസ്. അപ്പം അതൊക്കെയാണ് കോൺവെർസേഷൻ. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ട്രാവലർ, ദി സൂപ്പ് വിൽ ടേസ്റ്റ് ബെറ്റർ വിത്ത് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻ അല്ലേ? അപ്പോൾ അതിൽ ട്രാവലർ പറയാണ് ദി സൂപ്പ് വിൽ ടേസ്റ്റ് ബെറ്റർ വിത്ത് വെജിറ്റബിൾസ്. ആക്ച്വലി സ്റ്റോൺ ഇനഫ് ആണ് അല്ലേ? ട്രാവലറിൻ്റെ ഒരു ട്രിക്കാണ്. സ്റ്റോൺ വെച്ച് മാത്രം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ടേസ്റ്റ് കിട്ടും എന്നാണ് ട്രാവലർ പറയുന്നത്. അപ്പോൾ വില്ലേജർ, ഐ ഹാവ് സം ബീൻസ് ആൻഡ് ടേർണിപ്സ്. അപ്പോൾ വില്ലേജർ പറയാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ആഡ് ചെയ്യാനുണ്ട്, ബീൻസും ടേർണിപ്സും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്യാം. ട്രാവലർ, താങ്ക് യു ഫോർ ഷെയറിങ് ദം. ട്രാവലർ പറയാം, താങ്ക് യു അല്ലേ, നിങ്ങളത് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സിന് നന്ദി അല്ലേ എന്ന് പറഞ്ഞ് ചെറിയൊരു കോൺവെർസേഷൻ ചോദിച്ചാൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോൺവെർസേഷൻ എഴുതാൻ പറ്റണം. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ബീങ് ഹെൽത്തി എന്ന് പറയുന്ന ഒരു പോമുണ്ട്. ബീങ് ഹെൽത്തി, അതായത് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പോമായിരുന്നു അത്. ഓർമ്മയുണ്ടോ? ഇങ്ങനൊരു പോം നിങ്ങൾ പഠിച്ചതായിട്ട്. മോം സേസ് ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത്. കണ്ടോ, ഇതിനകത്ത് ഫുള്ള് അഡ്വൈസസ് ആണ്. ഡാഡിൻ്റെ അഡ്വൈസ്, മോമിൻ്റെ അഡ്വൈസ് അല്ലേ, സിസ്റ്റർ, ബ്രദർ, ഇവരൊക്കെ എന്തൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്? ഇൻ ദി മോർണിംഗ് ആൻഡ് നൈറ്റ് ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത് അല്ലേ, ബ്രഷ് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യുന്നു. ഡാഡ് എന്താണ് അഡ്വൈസ് ചെയ്യുന്നത്? വാഷ് മൈ ബോഡി വെൽ, ബാത്ത് ചെയ്യണം അല്ലേ, കുളിക്കണം എന്നുള്ള അഡ്വൈസ് ആണ്. ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, മൈ ബ്രദർ എന്താ പറയുന്നത്? ഹാൻഡ്സ് ടു കീപ് ദം ക്ലീൻ, വാഷ് മൈ ഹാൻഡ്സ് അല്ലേ, ക്ലീൻ ആയിട്ട് ഹാൻഡ്സ് ഒക്കെ കൊണ്ട് നടക്കുക, നല്ലോണം വാഷ് ചെയ്യുക. മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ അല്ലേ, ഓരോ ദിവസവും നിങ്ങൾ നല്ല വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിക്കുക അല്ലേ, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. അത് നമുക്ക് എനർജി തരും അല്ലേ, ഫ്രൂട്ട്സ് ആയാലും എനർജി തരും. അപ്പം ഇത് ബീങ് ഹെൽത്തി എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആവേണ്ട ആവശ്യകത, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഹെൽത്തി ആകാം, എങ്ങനെയാണ് ഇവരൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ പറയുന്ന ഒരു ലെസൺ ആയിരുന്നു. ഓർമ്മയുണ്ടോ? യെസ്, ബീങ് ഹെൽത്തി. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മോം സേസ് ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത് ഇൻ ദി മോർണിംഗ് ആൻഡ് നൈറ്റ് അല്ലേ. ചൂസ് ദി കറക്റ്റ് ആൻസർ. ദി പോം ടീച്ചേഴ്സ് us about. എന്താണ് ഈ പോം മൊത്തത്തിൽ ജനറലായിട്ട് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? പ്ലേയിങ് ഗെയിംസിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടോ? ഹെൽത്തി ഹാബിറ്റ്സ്, കുക്കിംഗ്, ട്രാവലിംഗ്, ഇതിലേത് കാര്യമാണ് ഈ ഒരു പോം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം? ജനറലായിട്ട് എന്തൊക്കെ ഇതെല്ലാം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നതിലൂടെ ഹെൽത്തി ഹാബിറ്റ്സ് അല്ലേ, നല്ല കാര്യങ്ങൾ, നല്ല ഡെയിലി നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട് അല്ലേ. 2 times ബ്രഷ് ചെയ്യുക, ബാത്ത്, കുളിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക അല്ലേ, വാഷ് ചെയ്യുക, ഇതൊക്കെ എന്താണ് നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന ഒരു പോമാണ്. അതാണ് നമ്മൾ ആ പോം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ 2, ഹെൽത്തി ഹാബിറ്റ്സ്. ബ്രഷിംഗ് ടീത്ത് കീപ്സ് ദം. ബ്രഷ് ചെയ്യുന്നത് എന്തിനാ? ടീത്ത് ബ്രഷ് ചെയ്യുന്നത് ഡേർട്ടി ആവാനാണോ, വീക്ക് ആവാനാണോ, ക്ലീൻ ആണോ, യെല്ലോ ആവാനാണോ? ഇല്ല, കറക്റ്റ് ആൻസർ ഈസിയാണ്. ഓപ്ഷൻ 3, ക്ലീൻ ആവാനാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് അല്ലേ, ടീത്ത്. അപ്പോൾ ഇത് നമ്മൾ പോം പഠിച്ചതാണ്. യെസ്, ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ഡാഡ് ആസ്ക് ദി ചൈൽഡ് ടു ഡു? ബാത്ത്. ഓർമ്മയില്ലേ? എന്താണ് ഡാഡ് പറഞ്ഞത്? കണ്ടോ, മോം പറഞ്ഞത് ഏതാ, ഡാഡ് പറഞ്ഞത് ഏതാ, ബ്രദർ, സിസ്റ്റർ, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റ്, ആ ഒരു പോം നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ നന്നായിട്ട് വായിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഡാഡ് എന്തായിരുന്നു പറഞ്ഞത് കുട്ടിയുടെ അടുത്ത്? യെസ്, ബാത്ത് ചെയ്യണം അല്ലേ, കുളിക്കണം എന്നായിരുന്നു. വൈ ഷുഡ് വി ഈറ്റ് വെജിറ്റബിൾസ്? സിസ്റ്റർ ആയിരുന്നു അത് പറഞ്ഞത് അല്ലേ. എന്തായിരുന്നു, എന്തിനായിരുന്നു വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞത്? എനർജി കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടോ? യെസ്, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ എഴുതി. ഇനി അടുത്തൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആഡ് 2 more lines to the poem about a healthy habit. ഇനിയും ഏതെങ്കിലും ഒരു ഹെൽത്തി ഹാബിറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഏതും ആവട്ടെ. നമുക്കറിയാലോ എന്തൊക്കെയാണ് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊരു നമുക്കിപ്പം അറിയാം. അപ്പോൾ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഹാബിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് 1-2 ലൈൻസ് എഴുതാൻ പറഞ്ഞാലും ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എഴുതണം അല്ലേ. അപ്പോൾ അതും നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാം. വാട്ട് ഡസ് ഡാഡ് ആസ്ക് ദി ചൈൽഡ് ടു ഡു? ഡാഡ് ആസ്ക് ദി ചൈൽഡ് ടു ടേക്ക് എ ബാത്ത് അല്ലേ, എന്നും ദിവസവും കുളിക്കണം എന്നാണ് പറഞ്ഞത്. വൈ ഷുഡ് വി ഈറ്റ് വെജിറ്റബിൾസ്? എന്തിനാണ് വെജിറ്റബിൾസ് കഴിക്കുന്നത്?
ദേ ഗിവ് എനർജി ആൻഡ് കീപ്പ് അസ് ഹെൽത്തി. നമ്മളെ ഹെൽത്തി ആയിട്ട് എനർജി, നമുക്ക് നന്നായിട്ട് എനർജി ഒക്കെ തരുന്നത് ആരാണ്? യെസ് വെജിറ്റബിൾസ് ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ വെജിറ്റബിൾസിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് അല്ലേ, ഹെൽത്തി ആയിട്ട്. അതുപോലെ നമുക്ക് എനർജി തരാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കഴിക്കണം. ആഡ് 2 lines. അപ്പോൾ ഇനി കുറച്ച് 1-2 ലൈൻസും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ആഡ് ചെയ്യാം നമുക്ക്? ഐ ഈറ്റ് ഫ്രൂട്ട്സ് എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കും അല്ലേ. ഐ ഈറ്റ് ഫ്രൂട്ട്സ് എവ്രി ഡേ. ദേ കീപ് മൈ ബോഡി സ്ട്രോങ് അല്ലേ. ഫ്രൂട്ട്സ് ഒക്കെ എൻ്റെ ബോഡിയെ നല്ല സ്ട്രോങ് ആക്കും. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങൾക്ക് എടുത്ത് എഴുതാം അല്ലേ. അതിനെപ്പറ്റി നിങ്ങൾക്ക് 1-2 ലൈൻസ് എഴുതാം. അപ്പോൾ അങ്ങനെയുള്ള ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഐ ഈറ്റ് ഫ്രൂട്ട്സ് എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദേ കീപ് മൈ ബോഡി സ്ട്രോങ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഹെൽത്തി ഹാബിറ്റും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എഴുതാം. അടുത്തത് ബേസ്ഡ് ഓൺ ജേർണി ഓഫ് ദി റെയിൻ ഡ്രോപ്പ്. ആ ഒരു ചാപ്റ്റർ ഓർമ്മയുണ്ടോ? റെയിൻ ഡ്രോപ്പ് ആ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം? അപ്പോൾ കോംപ്രിഹെൻസീവ്, അതായത് ആ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതിൽ ഏതെങ്കിലും ഒരു വേർഡ്, വൊക്കാബുലറി, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ നോക്കിക്കേ, ഐ സോ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. സഡൻലി ഐ ഹേർഡ് എ ലൗഡ് ബൂം. ഐ ഫെൽറ്റ് എക്സൈറ്റഡ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ഒരു 1-2 സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ചൂസ് ദി കറക്റ്റ് ആൻസർ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബൂം ഇസ് എ വേർഡ് ദാറ്റ് ഷോസ്. ഇവിടെ എന്താണ് ബൂം എന്ന് പറയുന്ന വേർഡ്? ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വളരെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്? ബൂം. ആ ഒരു സൗണ്ട് ഏതാണ്? കളറാണോ, സ്മെല്ലാണോ, സൗണ്ടാണോ, ടേസ്റ്റ് ആണോ? ബൂം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? കളറിനെയാണോ ഡിനോട്ട് ചെയ്യുന്നത്? അതോ എന്തെങ്കിലും സ്മെല്ലാണോ, സൗണ്ടാണോ, ടേസ്റ്റ് ആണോ? എന്താണ്? സൗണ്ട് അല്ലേ. ഹന്ന കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. സൗണ്ടാണ്. യെസ്, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. വെരി ഗുഡ്. അപ്പോൾ ബൂം ഇസ് എ വേർഡ് ദാറ്റ് ഷോസ് എന്താണ്? സൗണ്ട്. ദി റെയിൻ ഡ്രോപ്പ് ഫെൽറ്റ്. അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ വേഗം പറഞ്ഞേ. ബോർഡ്, എക്സൈറ്റഡ്, ടയേർഡ്, ആംഗ്രി. ഇതിലേതാണ് വരുന്നത്? റെയിൻ ഡ്രോപ്പ്. എന്ത് ഫീൽ ചെയ്തു? ആദ്യമായിട്ട് നിങ്ങൾ ആ ഒരു ക്ലൗഡിൽ നിന്നും താഴേക്ക് വരണമെന്ന് അറിഞ്ഞ സമയത്ത് ബോറടിച്ചോ, അല്ലെങ്കിൽ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സൈറ്റഡ് ആയോ, ടയേർഡായോ, ആംഗ്രി, ദേഷ്യപ്പെട്ടോ? എന്തായിരുന്നു? ആ ഒരു ജേർണി, അഡ്വഞ്ചർ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത്? എക്സൈറ്റഡ് ആയോ? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്, എക്സൈറ്റഡ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വൈ ഡിഡ് ദി റെയിൻ ഡ്രോപ്പ് ഫീൽ എക്സൈറ്റഡ്? എന്തുകൊണ്ടായിരുന്നു റെയിൻ ഡ്രോപ്പ് വളരെ എക്സൈറ്റഡ് ആയത്? അതായത് റെയിൻ ഡ്രോപ്പ് പല സ്കൈ, അതുപോലെ റെയിൻബോ, അങ്ങനെ പല പല കാഴ്ചകൾ കാണാൻ പോകുകയാണ്. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സൈറ്റ്സ് ആർ ആൻഡ് ദി റെയിൻ ഡ്രോപ്പ് ഇസ് ഫെൽറ്റ് എക്സൈറ്റഡ് ടു സീ ഓൾ ഓഫ് ദീസ് വെറൈറ്റി ഓഫ് സൈറ്റ്സ് അല്ലേ. ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? ആ റെയിൻ ഡ്രോപ്പിന് ഉണ്ടായിരുന്നത്. അതുപോലെ റെയിൻ ഡ്രോപ്പ് ഒരുപാട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു അല്ലേ. അവരോടൊക്കെ നല്ല എന്താ ചെയ്തു, എൻഗേജ്ഡ് ആയി, ഫ്രണ്ട്സൊക്കെ ആയി. അതുപോലെ തിരിച്ച് വന്നപ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദി ലൈറ്റ്നിങ് വന്നതിന് ശേഷമാണ് ഇതിന് മനസ്സിലായത്, ഞാൻ താഴേക്ക് വീഴും, ആ ക്ലൗഡിൽ നിന്നും ഞാൻ താഴേക്ക് പോകേണ്ടതാണ്. ഇങ്ങനെ വോൺ ചെയ്യുകയാണ്, ഇനി നീ താഴേക്ക് പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ മനസ്സിലാവും അല്ലേ. ഇമാജിൻ യു ആർ എ റെയിൻ ഡ്രോപ്പ്, ഡിസ്ക്രൈബ് യുവർ ജേർണി ടു ദി എർത്ത് ഇൻ 4 to 5 സെൻറ്റൻസസ്. കണ്ടോ, അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇനി നിങ്ങളാണ് റെയിൻ ഡ്രോപ്പ് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ജേർണി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, എഴുതാൻ പറ്റുന്നുണ്ടോ? നിങ്ങളാണ് ആ റെയിൻ ഡ്രോപ്പ് എങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? അതായത് നമ്മൾ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യൂ പോയിന്റിൽ എഴുതിയാൽ മതി അല്ലേ. ഞാനായിരുന്നുവെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും, റെയിൻബോയെ കാണും, ഹാപ്പി ആവും, അല്ലെങ്കിൽ കുട്ടികളെ കാണും, അങ്ങനെ എന്താ ഫാമറിനെ കാണും, മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പല പല വെറൈറ്റി ഓഫ് നേച്ചർ ആൻഡ് ബ്യൂട്ടി ഒക്കെ എൻജോയ് ചെയ്യും അല്ലേ. യെസ്, അങ്ങനെ ഒരു 2-3 സെൻറ്റൻസിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം. വൈ ഡിഡ് ദി റെയിൻ ഡ്രോപ്പ് ഫീൽ എക്സൈറ്റഡ്? ഇറ്റ് വാസ് ഗോയിങ് ഓൺ എ ന്യൂ അഡ്വഞ്ചർ. പുതിയൊരു അഡ്വഞ്ചറിലേക്കാണ് ഈ ഒരു ജേർണി പോകുന്നത് അല്ലേ. റെയിൻ ഡ്രോപ്പ് ഇനി താഴേക്ക് എർത്തിലേക്ക് വരുമ്പോഴേക്കും
നല്ലൊരു പുതിയൊരു ജേണിയാണ്, ഒരു അഡ്വഞ്ചർ ജേണിയാണ്. ഇറ്റ് വാസ് ഗോയിങ് ഓൺ എ ന്യൂ അഡ്വഞ്ചർ. അതുകൊണ്ടാണ് റെയിൻ ഡ്രോപ്പ് വളരെ എക്സൈറ്റഡ് ആയിട്ട് മാറിയത്. വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദി ലൈറ്റ്നിങ്? ലൈറ്റ്നിങ്ങിന് ശേഷം എന്താണ് സംഭവിച്ചത്? ദി റെയിൻ ഡ്രോപ്സ് ഫെൽ ഫ്രം ദി ക്ലൗഡ്. ക്ലൗഡിൽ നിന്നും റെയിൻ ഡ്രോപ്സ് താഴേക്ക് വരാൻ തുടങ്ങി അല്ലേ? ദി റെയിൻ ഡ്രോപ്സ് ഫെൽ ഫ്രം ദി ക്ലൗഡ്. ഐ ഫെൽ ഫ്രം ദി ക്ലൗഡ്. ഐ ടച്ച് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. ഐ റീച്ച് ദി സോയിൽ ആൻഡ് ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ. അപ്പം ഞാനാണ് റെയിൻ ഡ്രോപ്പ് എങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതാം? ഐ ഫെൽ ഫ്രം ദി ക്ലൗഡ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവിടെ ഐന്ന് സ്റ്റാർട്ട് ചെയ്ത് എഴുതണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പം നിങ്ങളൊരു റെയിൻ ഡ്രോപ്പ് ആയിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ആൻസറിൽ റെയിൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞ് പിന്നെ റിപ്പീറ്റ് ചെയ്യരുത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക. ഇഫ് യു വർ എ റെയിൻ ഡ്രോപ്പ്, നിങ്ങളൊരു റെയിൻ ഡ്രോപ്പ് ആയിരുന്നുവെങ്കിൽ, അപ്പം നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിലല്ലേ എഴുതേണ്ടത്. അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. അപ്പം നിങ്ങളെല്ലാം ഐ എന്ന് പറഞ്ഞ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഐ ഫെൽ ഫ്രം ദി ക്ലൗഡ്. ഞാൻ ക്ലൗഡിൽ നിന്നും താഴേക്ക് വന്നു അല്ലേ? ഐ ടച്ച് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. അല്ലേ, ട്രീസും ഫ്ലവേഴ്സും ഒക്കെ ഞാൻ ടച്ച് ചെയ്തു. നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഐ റീച്ച് ദി സോയിൽ ആൻഡ് ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ. ഞാൻ സോയിലിലേക്ക് ടച്ച് ചെയ്തു, സോയിലിനെ ടച്ച് ചെയ്തു, സോയിലിലേക്ക് വീണു. എന്നിട്ട് ഞാൻ പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്തു. എന്തിനു വേണ്ടി? പ്ലാന്റ്സ് വളരാൻ വേണ്ടി, ആ ഒരു ഗ്രോത്തിന് വേണ്ടി പ്ലാന്റ്സിൻ്റെ അല്ലേ? ഐ റീച്ച് ദി സോയിൽ ആൻഡ് ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ. യെസ്. അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്ത് നമ്മളെല്ലാവരും ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും മിടുക്കരായിട്ട് ആൻസർ ചെയ്താൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടില്ലേ? ഇനി നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് അല്ലേ, നമ്മൾ എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്യും എന്ന രീതിയിലാവില്ലേ? യെസ്. അടുത്തത് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് വളരെ ഈസിയാണ്. ഗ്രാമർ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള ഡിഫിക്കൽട്ടായിട്ടൊരു ഏരിയ ഒന്നും അല്ല. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നോക്കിക്കേ. ദി ഫാമർ ഡാഷ്. ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്. എ ഗ്രീൻ ഫീൽഡ്. ദി വില്ലേജേഴ്സ്, യു ഹാവ് ടു ഫിൽ ദിസ് വെജിറ്റബിൾസ്. ദി ഓൾഡ് വുമൺ ഡാഷ് എ സ്മോൾ കോട്ടേജ്. അപ്പോൾ ഇവിടെ ഹാസ് ഹാവിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് നമുക്ക് അറിയണം. ഹാസും ഹാവും രണ്ടും മീൻ ചെയ്യുന്നത് എന്താണ്? പൊസസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് പറയാനാണ് ഹാസ്. ഐ ഹാവ് എ പെൻ. എനിക്കൊരു പെൻ ഉണ്ട്. ഐ ഹാവ് എ കാർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കൈവശം ഉള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഹാസോ ഹാവോ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഐയുടെ കൂടെ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യൂ? ഐ ഹാവ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വളരെ ഹാസിൻ്റെയും ഹാവിൻ്റെയും യൂസേജ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഐയുടെ കൂടെ നമ്മൾ ഒരിക്കലും ഹാസ് ചേർക്കില്ല. എന്ത് മാത്രമേ ചേർക്കൂ? ഹാവ്. ഓക്കെ. അടുത്തത് നോക്കിക്കേ. ഹീ ആണെങ്കിലോ ഹീയുടെ കൂടെ നമ്മൾ എന്ത് മാത്രമേ ചേർക്കൂ? ഹി ഹാസ്. അതായത് ഹീ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഹീ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് മാത്രമേ ചേർക്കൂ? ഹാസ്. ഹാസിൻ്റെ എൻഡിലും ഒരു എസ് ഇല്ലേ? അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. സിംഗുലറിൻ്റെ കൂടെയാണ് ഹാസ്. ഓക്കെ. ഹീ എന്ന് പറയുന്നത് അവൻ ഒരാളല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഹാസ് ചേർക്കാം. ഷീയുടെ കൂടെയോ? ഷീ എന്ന് പറയുന്നതും സിംഗുലർ പേഴ്സൺ അല്ലേ? അപ്പോൾ ഷീയുടെ കൂടെ നമ്മൾ എന്ത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ? ഹാസ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഹാസ് ചേർക്കുക. പ്ലൂറൽ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഹാവ് ചേർക്കുക. ഐയുടെ കൂടെയും ഹാവ് ചേർക്കണം. ഓക്കെ. ഇനി ഞാൻ പറയാം. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതായത് ഒന്നിൽ കൂടുതലുണ്ട്. ദേ, അവർ, ഒന്നോ രണ്ടോ മൂന്നോ പേര്, ഒന്നല്ല അതിൽ കൂടുതൽ, രണ്ടോ മൂന്നോ പേരുണ്ട്. അപ്പോൾ അവരെയാണ് ദേ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗം പറഞ്ഞേ, എന്താണ്? വേഗം പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. ദേ, അവർ എന്ന് വരുമ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ വരുന്നത്? ഏതാ വരിക? ഹാവ് ആണ് വരുന്നത്. ദേ ഹാവ് അല്ലേ? ദേയുടെ കൂടെ ഹാവ് ആണ് വരുന്നത്. ഇനി ആതിര. ആതിര എന്ന് പറയുന്നത് ഒരു നെയിമാണ്. അപ്പോൾ ആതിര എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അല്ലേ, ഒരു ആളുടെ പേരാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസ് അത് സിംഗുലർ ആണല്ലോ. അപ്പോൾ സിംഗുലറായ ആതിരയുടെ കൂടെ നമ്മൾ ഏതാണ് ചേർക്കേണ്ടത്? ഹാസ് ആണോ ഹാവ് ആണോ? ആതിര ഒരാളാണ്, അതുകൊണ്ട് നമ്മൾ ഏത് ചേർക്കും? ഹാസ് ആണ് ചേർക്കേണ്ടത്. സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആണ് ചേർത്തത്. ഇതേപോലെ നമ്മൾ വില്ലേജേഴ്സ്, ഫാമ്, വുമൺ, ഇതെല്ലാം നമ്മൾ നോക്കിക്കേ. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയാൽ മാത്രം പോരെ. ഈസി അല്ലേ ഇത് ആൻസർ ചെയ്യാൻ? നോക്കിക്കേ. ദി ഫാമർ, ഇവിടെ ഏതാ? ഹാസ് ആണോ ഹാവ് ആണോ? ഫാമർ, കർഷകൻ, ഫാമർ.
ഒരാളെ പറ്റി. ഫാമേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. എസ് ചേർത്താലേ അത് പ്ലൂറൽ ആവൂ. എ ഫാമർ, ദി ഫാമർ അല്ലെങ്കിൽ ദ ഫാമർ എന്ന് പറയുന്ന ഒരാളാണ്, സ്പെസിഫൈ ചെയ്ത് പറയാണ് ആ ഫാമർ അല്ലേ, ദ ഫാമർ. അപ്പോൾ ഇവിടെ ഫാമർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ തന്നെ ആൻസർ ചെയ്തേ. ഇവിടെ ഹാസ് ആണോ വരുന്നത്, ഹാവ് ആണോ വരുന്നത്? ഹാസ് ആണല്ലേ. ആൻസർ ഏതാ വരിക? ദി ഫാമർ ഹാസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ ബി ഏതാ വരിക? അടുത്ത ബി ക്വസ്റ്റ്യൻ ഏതാ വരിക? ദി വില്ലേജേഴ്സ് ഹാസ് വെജിറ്റബിൾസ് ആണോ അതോ ഹാവ് വെജിറ്റബിൾസ് ആണോ? ഇവിടെ നോക്കിക്കേ, ദി ഫാമർ ഹാസ് എ ഗ്രീൻ ഫീൽഡ്. ഫാമറിന് ഒരു ഗ്രീൻ ഫീൽഡ് ഉണ്ട്, ഉണ്ട് എന്നുള്ള മീനിങ് ആണ് അല്ലേ. യെസ്, ഇറ്റ് ഹാസ് അല്ലെങ്കിൽ ഒരു പൊസഷൻ, എനിക്കത് ഉണ്ട് എന്ന് പറയാനാണ് ഹാസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാവും അതേ അർത്ഥത്തിൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. ദി വില്ലേജേഴ്സ് ഹാസ് വെജിറ്റബിൾസ് ആണോ ഹാവ് വെജിറ്റബിൾസ് ആണോ? ഏതാ വരിക? ഹാവ് ആണ്. ഇവിടെ ഏതാ കറക്റ്റ് ആൻസർ വരിക? ഹാവ് ആണ്. കാരണം എന്താ, വില്ലേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വില്ലേജർ അല്ല, ഒന്നിൽ കൂടുതലാണ് വില്ലേജേഴ്സ്. യെസ്, കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. വില്ലേജേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഹാവ് ആണ് ആൻസർ വരിക. ദി ഓൾഡ് വുമൻ ഹാസ് എ സ്മോൾ കോട്ടേജ് ആണോ ഹാവ് എ സ്മോൾ കോട്ടേജ്? ഓൾഡ് വുമൺ എന്ന് പറയുന്നത് ഒരാളെ പറ്റി, ഓൾഡ് വുമൺ. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക, വുമൺ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. അത് മാറിപ്പോരുത് കേട്ടോ. വുമൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുപോലെ വിമൻ എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വിമൻ പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം വരും. വുമൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഒരു സ്ത്രീ അല്ലേ. വിമൻ എന്ന് പറയുന്നത് കണ്ടോ, സ്പെല്ലിങ്ങിൽ EN വന്നു അല്ലേ. വിമൻസ് പ്രൊനൗൺസിയേഷനും മാറി, വിമൻ അത് പ്ലൂറൽ ആണ്. ഇതൊക്കെ ഓർത്തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഹാസും ഹാവും ഒക്കെ കറക്റ്റായിട്ട് ചേർക്കാൻ പറ്റൂ. അപ്പോൾ ഇതും കൂടെ അറിഞ്ഞിരിക്കണം. ഇപ്പം മാൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ തന്നെ പറ. മാൻ എന്ന് പറയുന്നത് എന്താണ്? മാൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, മെൻ എന്ന് പറയുന്നതോ? മാൻ ഈസ് സിംഗുലർ, ദെൻ മെൻ ഈസ് പ്ലൂറൽ. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും അല്ലേ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അപ്പം ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, ചൈൽഡ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞാലോ പ്ലൂറൽ, ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട്, ചിൽഡ്രൻ. അപ്പം അങ്ങനെയുള്ള കേസിൽ ഒരാൾ മാത്രം, സിംഗുലർ വരുമ്പോൾ മാത്രമേ നമ്മൾ ഹാസ് യൂസ് ചെയ്യാവൂ. പ്ലൂറൽ വരുമ്പോൾ എപ്പോഴും ഹാവ് ആണ്. പിന്നെ ഒരു എക്സെപ്ഷൻ കൂടെ പറഞ്ഞു, ഐയുടെ കൂടെ എപ്പോഴും ചേർക്കുന്നത് ഹാവ് ആയിരിക്കും. ഓക്കെ ആണേ. അപ്പോൾ ഇവിടെ വുമൺ, ദി ഓൾഡ് വുമൺ, എ ആണ് വന്നിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ ഇവിടെ സിംഗുലർ, വുമൺ, വുമൺ എന്ന് പറഞ്ഞാൽ സിംഗുലർ. വിമൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അത് പ്ലൂറൽ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എ ആണ് വന്നിരിക്കുന്നത്, വുമൺ. അതുകൊണ്ട് അത് സിംഗുലർ ആണ്. സിംഗുലർ ആയതിൻ്റെ കൂടെ നമ്മൾ എന്ത് മാത്രമേ ചേർക്കൂ? ഹാസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഹാസ്. ദെൻ fill in the blanks with past tense. ഇനി ഇതിൻ്റെ എല്ലാം നമ്മൾ പാസ്റ്റ് എഴുതണം. ഇതൊക്കെ ഒരു ബേസ് ഫോം മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിൻ്റെ എല്ലാം പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ V2 ആണ് എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? V2 ഫോമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ V2 എങ്ങനെ എഴുതാം? പാസ്റ്റ് ടെൻസ് എങ്ങനെ എഴുതാം? ദി ട്രാവലർ, നോക്കിൻ്റെ പാസ്റ്റ് ടെൻസ് വേഗം പറഞ്ഞ്, എന്താണ് നോക്കിൻ്റെ പാസ്റ്റ് ടെൻസ്? ഇനി ദി വില്ലേജേഴ്സ്, ടേസ്റ്റ്, ടേസ്റ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? റെയിൻ ഡ്രോപ്പ് ഫോൾ ഓൺ ദി സോയിൽ, ഫോളിൻ്റെ പാസ്റ്റ്, എല്ലാം പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഒന്നും പാസ്റ്റ് അല്ല തന്നിരിക്കുന്നത്, ആ ഒരു ബേസ് വേർഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം വേഗം പാസ്റ്റിലേക്ക് മാറ്റ്. എങ്ങനെയാണ് മാറ്റുക? നോക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാ വരിക? നോക്ക്ഡ് ആണ്. ഈസിയാണേ ഇതൊക്കെ, നോക്ക്ഡ് അല്ലേ. ടേസ്റ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ചിലതൊക്കെ നമ്മൾ ED ചേർത്ത് തന്നെ പാസ്റ്റ് ടെൻസ് എഴുതാൻ പറ്റും. ടേസ്റ്റഡ്. ഫോളിൻ്റെത് അങ്ങനെ ED ചേർത്ത് എഴുതാൻ പറ്റില്ല. ഫോളിൻ്റെ പാസ്റ്റ് ടെൻസ് വേഗം ഒന്ന് പറഞ്ഞേ. നോക്ക്, നോക്ക്ഡ്. ടേസ്റ്റ്, ടേസ്റ്റ്. ഫോളിൻ്റെത് എന്താണ്? ED ചേർത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇറഗുലർ വേർബ് ഫോം ആണത്. ഫെല്ലാണ് അവിടുത്തെ പാസ്റ്റ്. അതായത് ഇതെല്ലാം V2 ആണ്, V1 V2. അപ്പം നോക്ക്, നോക്ക്ഡ്, നോക്ക്ഡ്. V2 V3 സെയിം ആണ്. ED വരുന്നതിനെല്ലാം V2 V3 സെയിം ആണ്. എൻഡിൽ, ഒരു വേർഡിൻ്റെ എൻഡിൽ ED ചേർത്ത് എഴുതുക. അപ്പോൾ പ്ലേ, പ്ലേയുടെ V2 V3 സെയിം ആണ്. പാസ്റ്റ് ടെൻസ് ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ ഏതാ? ഈസി അല്ലേ, പ്ലേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ് കണ്ടാൽ ഇങ്ങനെ നിങ്ങൾ പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റണം കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ മാറ്റി എഴുതണം. യെസ്, ഫെൽ. ആൻസറൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. പ്ലേ, പ്ലേഡ് ആണ്. ഈറ്റിൻ്റെതൊന്ന് പറഞ്ഞേ, ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ഒന്ന് പറഞ്ഞേ. ഈറ്റ്, ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് 8 ആണ്, 8. അതിൻ്റെ V3 ഫോം വരും, ഈറ്റൺ എന്നാണ് മൂന്നാമത്തെ ഫോം, V2 V3. പ്ലേഡിൻ്റെ V2ഉം V3യും സെയിം ആണ്. പ്ലേഡ്, പ്ലേഡ്. V2ഉം V3 സെയിം ആണ്. ഇവിടെ വ്യത്യാസമുണ്ട്. ഫോൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? V1 ഫോൾ ആണ്,
V2 ഫെല്ലാണ്, V3 ഫോളൻ. അങ്ങനെ 3 ഫോം ഡിഫറെൻ്റ് ആണ്. ചില വേർഡ്സിന് അങ്ങനെ ഡിഫറെൻ്റ് ആണ്. ഈ ലാസ്റ്റ് ED ചേർക്കുന്ന പ്ലേഡ്, നോക്ക്, ടേസ്റ്റ് അങ്ങനെയുള്ള വേർഡ്സിനൊക്കെ V2 V3 എല്ലാം സെയിം ആണ്. അപ്പോൾ അത് ഭയങ്കര ഡീപ്പായിട്ടൊന്നും ഗ്രാമർ ചോദിക്കുക, ഇത്രയും ചോദിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉള്ളൂ ടെൻസസ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ജസ്റ്റ് പാസ്റ്റ് ടെൻസ് ഒക്കെ മാറ്റാൻ പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. കുറേ വേർഡ്സിൻ്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പാസ്റ്റ് ടെൻസ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, ഹാസ് ഓർ ഹാവ്. ഇത് നമ്മൾ പറഞ്ഞതാണ് ആൻസർ കെ. ദി ഫാമർ ഹാസ് എ ഗ്രീൻ ഫീൽഡ്, ദി വില്ലേജസ് ഹാവ് വെജിറ്റബിൾസ്, ദി ഓൾഡ് വുമൻ ഹാസ് എ സ്മോൾ കോട്ടേജ്. ദി ട്രാവലർ പാസ്റ്റ് ടെൻസ്, ഇതെല്ലാം നിങ്ങൾ ആൻസറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ദി ട്രാവലർ നോക്ക്ഡ്, ദി വില്ലേജസ് ടേസ്റ്റ്, ദി റെയിൻ ഡ്രോപ്പ് ഫെൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ജോയിൻ ദി സെൻറ്റൻസസ് യൂസിങ് ആൻഡ്. അപ്പോൾ ഇതും ഒരു എക്സ്പെക്റ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് സെൻറ്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. നമ്മൾ കുറേ പാർട്സ് ഓഫ് സ്പീച്ച്, 8 പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? നൗൺ പഠിച്ചു, അഡ്ജക്റ്റീവ് പഠിച്ചു, വേർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ, അങ്ങനെ കുറേ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു അല്ലേ? വേർബ് എല്ലാം പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് എന്താ ആൻഡ് എന്ന് പറയുന്നത് ജോയിനിങ് വേർഡാണ്. അതായത് നമ്മൾ 2 സെൻറ്റൻസുകളെ തമ്മിലോ അല്ലെങ്കിൽ 2 വേർഡ്സിനെ തമ്മിലോ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വേർഡാണ് ആൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ് ഒക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ഓർമ്മയുണ്ടോ? പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ് ഈ ആൻഡ്, ഓർ, ബിക്കോസ്, സോ ദാറ്റ് അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, ആൻഡ് യൂസ് ചെയ്ത് ഈ 2 സെൻറ്റൻസുകളെ തമ്മിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ ജോയിൻ ചെയ്യാം? ഈസിയാണ്. നിങ്ങൾ എന്താ ചെയ്യുക? ആദ്യം 2 സെൻറ്റൻസ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. ദി സൂപ്പ് സ്മെൽസ് ഗുഡ്, അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. സൂപ്പ് നല്ല സ്മെല്ലാണ് അല്ലേ? ഗുഡ് സ്മെൽ. ദി സൂപ്പ് സ്മെൽസ് ഗുഡ്. അടുത്ത സെൻറ്റൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഇറ്റ് ടേസ്റ്റ് ഗുഡ്, അത് രുചികരവുമാണ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സൂപ്പ് നല്ല സ്മെല്ലും ഉണ്ട്, നല്ല രുചിയും ഉണ്ട്, അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് അതൊരൊറ്റ സെൻറ്റൻസ് ആക്കി എഴുതണം. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ ഇതിനെ ആൻഡ് ചേർത്ത് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതും? ഇതിപ്പോൾ 2 സെൻറ്റൻസാണ്. ദി സൂപ്പ് സ്മെൽസ് ഗുഡ്, അതൊരു സെൻറ്റൻസ്. ആ സൂപ്പിന് നല്ല സ്മെല്ലാണ്. രണ്ടാമത്തത് ഇറ്റ് ടേസ്റ്റ് ഗുഡ്, അതുപോലെ അതിന് നല്ല ടേസ്റ്റുമാണ്. അതിന് അല്ലേ, നമ്മൾ ആ ഒരു പ്രൊനൗൺ ചേർത്തു. ഈ സൂപ്പ് എന്ന് പറയുന്നതിന് ഒരു പ്രൊനൗൺ, അതിന് പകരം യൂസ് ചെയ്യാവുന്ന വേർഡ്, അതൊക്കെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ പഠിച്ചതാണ്. ദി സൂപ്പിന് പകരം യൂസ് ചെയ്യാവുന്ന വേർഡാണ് പ്രൊനൗൺ ആയിട്ടുള്ള ഇറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇറ്റ് എന്ന് പറയാം. അപ്പോൾ സാധനങ്ങൾക്കൊക്കെ ഇറ്റ് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആൾക്കാരാണെങ്കിൽ ഷീയും ഹീയും ദെയും ഒക്കെ പറ്റും. ഇത് ഒരു ആൾക്കാരൊന്നും അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ പ്രൊനൗൺ യൂസ് ചെയ്തിട്ടാണ് രണ്ടാമതൊരു സെൻറ്റൻസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഒരൊറ്റ സെൻറ്റൻസ് ആക്കണമെങ്കിൽ ഈ ചേർത്തിരിക്കുന്ന രണ്ടാമത്തെ സെൻറ്റൻസിൽ ചേർത്തിരിക്കുന്ന പ്രൊനൗണിൻ്റെ ആവശ്യമില്ല, അതെടുത്ത് കളയാം. എന്നിട്ട് ഈ ഫുൾ സ്റ്റോപ്പും വേണ്ട അല്ലേ? 2 സെൻറ്റൻസ് ആക്കണ്ട, ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റിയാൽ മതി. ഈ പ്രൊനൗൺ എടുത്ത് കളഞ്ഞിട്ട് അവിടെ എന്ത് ആഡ് ചെയ്താൽ മതി? ആൻഡ് എന്ന് ആഡ് ചെയ്താൽ മതി. ഈസി അല്ലേ? അപ്പോൾ ദി സൂപ്പ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. അപ്പോൾ ഇവിടെ ഇറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മളതിനെ ജോയിൻ ചെയ്തത്. ഓക്കെ, ദി ഫാമർ ലുക്ക്ഡ് അപ്പ്, ഹീ സ്മൈൽഡ് ഹാപ്പിലി. അപ്പോൾ ഇവിടെ നോക്കിയേ, ദി ഫാമർ എന്ന് പറയുന്നത് കർഷകനാണ്. അപ്പോൾ അയാൾ ഹീ എന്ന പ്രൊനൗൺ ആണ് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതൊരാളായതുകൊണ്ട് തന്നെ അയാളുടെ ജെൻഡർ നോക്കി ദി ഫാമർ ആയതുകൊണ്ട് ഹീ എന്ന് നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹീ എന്ന് പറയുന്ന പ്രൊനൗൺ എടുത്ത് കളയണം അല്ലേ? ഇതിനെ യൂസ് ചെയ്യേണ്ട. ആൻഡ് ചേർക്കുമ്പോഴുള്ള മാറ്റമാണ് പറയുന്നത്. ഇനി ഫുൾ സ്റ്റോപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ഒരൊറ്റ സെൻറ്റൻസ് ആക്കി മാറ്റുക. ദി ഫാമർ ലുക്ക്ഡ് അപ്പ്, അതൊരു സെൻറ്റൻസ്. ഹീ സ്മൈൽഡ് ഹാപ്പിലി, അത് രണ്ടാമത്തെ സെൻറ്റൻസ്. അത് രണ്ടും ജോയിൻ ചെയ്യിക്കുമ്പോൾ ഈ പ്രൊനൗണിൻ്റെ ആവശ്യമില്ല, അതിന് പകരം നമ്മൾ ആൻഡ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ഈ ഫുൾ സ്റ്റോപ്പും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് യൂസിങ് ദി വേർഡ് ആൻഡ്. അതുപോലെ തന്നെ നമ്മൾ സോ, ബിക്കോസ് ഇതിൻ്റെയൊക്കെ യൂസേജും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ യൂസേജ് നമ്മൾ എന്താണ്, ഐ ആം വെരി സാഡ് ബിക്കോസ്, എന്തുകൊണ്ടാണ് നമ്മൾ വളരെ സാഡായിരിക്കുന്നതിൻ്റെ റീസൺ ബിക്കോസ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ബിക്കോസ് ഐ വാസ് ഇൽ, ഞാൻ വളരെ സുഖമില്ല. ഐ വാസ് ഇൽ, എനിക്ക് സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ സാഡായിട്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ബിക്കോസ് കാരണം, അല്ലെങ്കിൽ ഒരു സോ, യെസ് ഐ ഡിഡ് വെൽ സോ ദാറ്റ്
അല്ലെങ്കിൽ സോ ഐ കുഡ് ഏൺ വെൽ, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അത് നേടാൻ കഴിയും, അല്ലെങ്കിൽ ഐ വിൽ ബിക്കം സക്സസ്ഫുൾ വൺ, ഓർ ഐ വിൽ പാസ് ദി എക്സാം, അങ്ങനെ പറയാം. സോ ദാറ്റ് അല്ലേ, ഇതുകൊണ്ട് ഞാനിത് ചെയ്തു, ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായി, സോ എനിക്കിത് കിട്ടും എന്ന രീതിയിൽ സോ യൂസ് ചെയ്ത് നമുക്ക് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ബിക്കോസ് യൂസ് ചെയ്തും സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ബിക്കോസ് ഇന്ന കാരണത്താൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എവിടെയാണ് യൂസേജ് എന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എന്നാലല്ലേ നമുക്കിത് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. യെസ്. ദെൻ ജോയിൻ യൂസിങ് ആൻഡ് ദി സൂപ്പ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആൻസർ വന്നതെന്നാണ് പറയുന്നത്. ദി ഫാമർ ലുക്ക്ഡ് അപ്പ് ആൻഡ് സ്മൈൽ ഹാപ്പിലി. അപ്പോൾ ഇതാണ് ആൻസർ കീയും ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, വൈ ഡിഡ് ദി വില്ലേജേഴ്സ് ഫൈനലി ഷെയർ ദെയർ ഫുഡ്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ നമ്മളിപ്പം പറഞ്ഞ ചാപ്റ്റേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും എന്നാണ്, ഈ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യണം. വൈ ഡിഡ് ദി വില്ലേജേഴ്സ് ഫൈനലി ഷെയർ ദെയർ ഫുഡ്. അവരെങ്ങനെയാണ് ഫൈനലി ഫുഡ് ഷെയർ ചെയ്തത്. വാട്ട് ലെസൺ ഡു യു ലേൺ ഫ്രം സ്റ്റോൺ സൂപ്പ്. സ്റ്റോൺ സൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലെസണാണ് കിട്ടിയത്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആ ചാപ്റ്ററിൽ നിന്ന്. വൈ ഇസ് വാട്ടർ പ്രഷ്യസ്. ഇനി വാട്ടർ ഡ്രോപ്പിൻ്റെ കാര്യം നമ്മൾ ആ ചാപ്റ്ററും പഠിച്ചതല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്, നമ്മളെല്ലാവരും പറയും വാട്ടർ പ്രഷ്യസ് ആണ്, നമ്മളത് സേവ് ചെയ്യണം. എന്തുകൊണ്ടാണ് പ്രഷ്യസ്? നമുക്കത് കൂടാതെ ജീവിക്കാൻ പറ്റുമോ? വാട്ടറില്ലാതെ നമുക്ക് പറ്റുമോ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ? അതുകൊണ്ടാണ് അത് പ്രഷ്യസ്. റൈറ്റ് 2 സ്ലോഗൻസ് ടു സേവ് വാട്ടർ. വാട്ടറിനെ പറ്റിയിട്ടുള്ള 2 സ്ലോഗൻസ് ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യണം അല്ലേ. യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലേ. യെസ്. വൈ ഡിഡ് ദി വില്ലേജേഴ്സ് ഫൈനലി ഷെയർ ദെയർ ഫുഡ്. ദേ അണ്ടർസ്റ്റുഡ് ദി വാല്യൂ ഓഫ് ഷെയറിങ്. എങ്ങനെയാണ് എല്ലാവരും ഫുഡ് ഷെയർ ചെയ്ത്? ആദ്യം ആ വില്ലേജ് ഓർമ്മയുണ്ടോ? ആരും പരസ്പരം ജനലും വാതിലും ഒന്നും തുറക്കാതെ അല്ലേ, ഡോർസ് വിൻഡോസ് എവറിത്തിങ് ഇസ് ക്ലോസ്ഡ് ആൻഡ് ഇറ്റ് സീംസ് ലൈക്ക് ആൻ എംപ്റ്റി വില്ലേജ് അല്ലേ. ഒരു എംപ്റ്റി വില്ലേജ് പോലെ നിന്നിരുന്ന സ്ഥലം ഇപ്പോൾ ആ ഒരു സ്റ്റോൺ സൂപ്പിലൂടെ ഫേമസ് ആയി. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് പഠിച്ചു. ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തു അല്ലേ. യെസ്. They understood the value of sharing. Yes, they all understood the value of sharing. അതാണ് ആ ഒരു ലെസണിൽ മനസ്സിലായത്. അല്ലെങ്കിൽ വില്ലേജസ് ഫൈനലി റെക്കഗ്നൈസ് ദി ഫാക്ട് ദാറ്റ് ദേ അണ്ടർസ്റ്റുഡ് ദി വാല്യൂ ഓഫ് ഷെയറിങ്. എത്രമാത്രം നമ്മളെല്ലാം ഷെയർ ചെയ്ത് ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത് എന്നാണ് അത് പഠിപ്പിച്ചത്. വാട്ട് ലെസൺ ദി സ്റ്റോൺ സൂപ്പ് ടീച്ചേഴ്സ്. എന്ത് ലെസൺ ആണ് ആ ഒരു സ്റ്റോൺ സൂപ്പ് നമ്മളിൽ പഠിപ്പിക്കുന്നത്? ഷെയറിങ് ബ്രിങ്സ് ഹാപ്പിനെസ് അല്ലേ. എല്ലാവർക്കും വളരെ ഹാപ്പിയായി, എല്ലാവർക്കും നല്ല സൂപ്പ് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ആ ഷെയറിങ് അല്ലേ. എല്ലാവരുടെയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തുകൊണ്ടാണ് ആ സ്റ്റോൺ സൂപ്പ് അത്രയും ടേസ്റ്റി ആയത്. അപ്പോൾ ഷെയറിങ് ആണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുക. എല്ലാവരും നിങ്ങളുടെ നോളജ് ആയാലും എല്ലാം നിങ്ങൾ പരസ്പരം അല്ലേ, നിങ്ങൾ പഠിക്കില്ലേ, ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോളജ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ഹാപ്പിനെസ് കിട്ടും, നമുക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഷെയറിങ് എന്ന് പറയുന്ന ഒരു ഗുഡ് ക്വാളിറ്റിയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ദെൻ വൈ ഇസ് വാട്ടർ പ്രഷ്യസ്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് നീഡഡ് ഫോർ ലൈഫ്. നമ്മുടെ ലൈഫിന് അല്ലേ, ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൂടിയേ പറ്റൂ, വാട്ടർ വേണം. സോ ദാറ്റ്സ് വൈ വാട്ടർ ഈസ് പ്രഷ്യസ്. റൈറ്റ് 2 സ്ലോഗൻസ് ടു സേവ് വാട്ടർ. വാട്ടർ സേവ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ സ്ലോഗൻസ് അല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ ബോക്സൊക്കെ വരച്ച് നല്ല ക്രിയേറ്റീവായിട്ട് സ്ലോഗൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം, വരയ്ക്കാം അല്ലേ. സേവ് വാട്ടർ സേവ് ലൈഫ് അല്ലേ യൂഷ്വലി കേൾക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് വാട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ലോഗൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. എവറി ഡ്രോപ്പ് ഈസ് പ്രഷ്യസ്. എല്ലാം ഓരോ തുള്ളിയും വളരെ പ്രഷ്യസ് ആണ്, നമ്മളത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അല്ലേ, പാഴാക്കരുത്, ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെയുള്ള സ്ലോഗൻസ് ഒക്കെ ആഡ് ചെയ്യാം. അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്. അപ്പോൾ മിസ് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് ഇതേപോലെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു മോഡലിലൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കണ്ടോ, റീഡ് ദി ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ഒരു പാസേജ് തരും, ആ പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടോ ഇങ്ങനെ ചോദിക്കാം. എ സോഫ്റ്റ് വിൻഡ് ക്യാരി ദി ഫ്രാഗ്രൻസ് ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ്, വിച്ച് ടേം ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സോഫ്റ്റ് വിൻഡ്. അതായത് സോഫ്റ്റ് വിൻഡ്, അതായത് വൊക്കാബുലറി സെക്ഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സോഫ്റ്റ് വിൻഡിന് പകരം നമുക്കിവിടെ ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ സ്റ്റോം, ഗെയിൽ, ബ്രീസ്, സൈക്ലോൺ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് എടുക്കണം. സോഫ്റ്റ് വിൻഡ് എന്ന് പറയുന്നത് ശരിക്കും ബ്രീസ് ആണ്, ഇളം കാറ്റ്, ബ്രീസ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആ ഒരു വേർഡ് നമ്മുടെ ടെക്സ്റ്റ് നന്നായിട്ട് നമ്മൾ പഠിക്കാം. ഓക്കെ,
അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സ് അല്ല, അപ്പം ഇങ്ങനെയുള്ള നിങ്ങളുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, അതുപോലെ ഏത് വേർഡ് ഇതേപോലെ എടുത്ത് ചോദിക്കാം. ദെൻ മേക്ക് എ മീനിങ് വേർഡ് യൂസിങ് ദി ലെറ്റേഴ്സ് ഗിവൻ ആൻഡ് കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാ? ഏതാണ് കറക്റ്റായിട്ടുള്ള വേർഡ് ഏതാണെന്നുള്ളൊരു ക്ലൂ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഇവിടെ നോക്കിക്കേ, CARGEFRNA എന്ന് പറയുന്ന ഈ വേർഡിൽ നിന്ന് ഏതോ ഒരു ഷീ ലൈക്സ് ഡാഷ് ഓഫ് ജാസ്മിൻ ഫ്ലവേഴ്സ്. അപ്പോൾ ജാസ്മിൻ ഫ്ലവേഴ്സിൻ്റെ എന്തായിരിക്കും അവൾക്ക് ഇഷ്ടം? ആ വേർഡിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ആ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ ജംബിൾ വേർഡ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്ത് കിടക്കുന്ന ലെറ്റേഴ്സാണ്. അതിനെ ചേർത്ത് അതൊരു ക്ലൂ ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ആൻസറിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ലൂസൊക്കെ കിട്ടും. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഷീ ലൈക്സ് ജാസ്മിൻ്റെ എന്തായിരിക്കും? ഫ്രാഗ്രൻസ്. ഓൾറെഡി പാസേജിലും ഉണ്ടത്, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന വേർഡ് പാസേജിലുണ്ട്. അങ്ങനെ പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ഫ്രാഗ്രൻസ് ആണ്. ദി എബോവ് പാസേജ് ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ നൈറ്റ് സീൻ ദാറ്റ് അപ്പോൾ ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളൊരു സീനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വന്ന് ഈ ബോക്സിൽ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇവിടെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് ടു ദി ക്വസ്റ്റ്യൻ അത് ആൻസർ ചെയ്യുക. എന്താണോ ചോദ്യം, ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏത് ഇൻസിഡൻറ്റിനെ പറ്റിയാണോ എന്തിനെ പറ്റിയാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിന് വളരെ ക്ലിയറായിട്ട് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ചാപ്റ്റർ മനസ്സിലാക്കി കാര്യങ്ങൾ വലിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തന്നെ ആൻസർ ചെയ്യുക. ഓക്കെ, ഈസി ആയിട്ട് നിങ്ങൾക്കത് പറ്റും. അപ്പോൾ അതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ ആണേ? യെസ്. ഇനി ഇതേപോലെ ദി ചൈൽഡ് സ്റ്റേഡ് ഓപ്പൺ ഐഡ് വിച്ച് ഇമോഷൻ, അത് നമ്മൾ ഓരോ ചാപ്റ്ററിലും പല കാര്യങ്ങൾ ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം നമുക്ക് ക്യാരക്ടറിൽ നിന്ന് അനലൈസ് ചെയ്യും. ഇപ്പോൾ ദിലിനെ എങ്ങനെയുള്ള കുട്ടിയായിരുന്നു എന്നൊക്കെ, ഐസക്ക് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം. അപ്പോൾ ആ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു, എന്ത് ഇമോഷനായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് ബേസ് ചെയ്ത് ചോദിച്ചാൽ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻസിഡൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഇതേപോലെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ, കോൺവെർസേഷൻ കണ്ടോ, കോൺവെർസേഷൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങൾ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോൺവെർസേഷൻ എഴുതാൻ ചോദിച്ചാൽ ആ ഒരു സ്പേസിൽ ആ ബോക്സ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കോൺവെർസേഷൻ എഴുതണം. ഓക്കെ, ആ ഇൻസിഡൻറ്റ് ആ ഒരു സ്റ്റോറി മനസ്സിലാക്കി അവിടുന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ ക്ലിയറായിട്ട് പഠിച്ചിട്ട് പോവുക. എല്ലാം നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ദ റെയിൻബോ പീപ്പിൾ, ഇനി അടുത്ത ഒരു നമ്മൾ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. റെയിൻബോ പീപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള പാസേജ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദി സ്കൈ. അല്ലേ, ഓർമ്മയുണ്ടോ ആ ഒരു റിബൺസ് ഒക്കെ ഇങ്ങനെ സ്കൈയിൽ നിന്ന് താഴേക്ക് വരുന്നത്? ഇതിൽ വില്ലേജേഴ്സ് ഗ്രാബ്ഡ് ദം ഈഗർലി ആൻഡ് ടൈഡ് ദം അറൗണ്ട് ദംസെൽവ്സ്. അല്ലെ, വില്ലേജേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? അവർ ഗ്രാബ് ചെയ്തു, പെട്ടെന്ന് പിടിച്ചെടുത്തു, എല്ലാവരും ടൈ ചെയ്തു. അല്ലേ, എനിക്ക് ഇന്ന കളറാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ടൈ ചെയ്യുന്നു. Soon they separated into groups and built walls around their corners. അല്ലേ, അവർ ഈ റിബൺസ് കിട്ടിയതിന് ശേഷം എല്ലാവരും കുറച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇന്ന കളറുള്ളവർ, അതായത് അവരുടെ ആ ഒരു റിബൺ ടൈ ചെയ്തതിന് ശേഷം അവരുടെ ബോഡി ഫുള്ള് ചേഞ്ചായി. അല്ലേ, കളറ് ചേഞ്ചായി. അങ്ങനെ കളർ ചേഞ്ച് ആയപ്പോഴത്തേക്കും അവരൊരു ഗ്രൂപ്പായി. റെഡ് കളറിലുള്ളൊരു ഗ്രൂപ്പ്, പിന്നെന്താണ് ബ്ലൂ കളറിലുള്ളവർ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് അവർ തിരിഞ്ഞു, സെപ്പറേറ്റ് ചെയ്തു. ദേ ബിൽറ്റ് വാൾസ് അറൗണ്ട് ദെയർ കോർണേഴ്സ്. അവർ ഓരോ വാൾസ് ക്രിയേറ്റ് ചെയ്തു. എന്തിൻ്റെ വാൾസ് ആണ്? സെപ്പറേഷൻ. അല്ലേ, ഇന്ന ആൾക്കാർ, ഞങ്ങളെല്ലാം ഒരു കളറുള്ള ആൾക്കാർ, ഞങ്ങൾ ഒരു ഗ്രൂപ്പ്, നിങ്ങൾ വേറെ കളർ, അങ്ങനെ സെപ്പറേറ്റ് ഒരു വാൾസ് അവർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ എങ്ങനെയായിരുന്നു ഈ ചാപ്റ്റർ നമ്മളെ എന്താ പഠിപ്പിച്ചത്? നമ്മളിങ്ങനെ വോൾസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, യൂണിറ്റിയാണ് എല്ലാത്തിലും വലുത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിപ്പിച്ചത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ചൂസ് ദി കറക്റ്റ് ആൻസർ. ദി റിബൺസ് ഫെൽ ഫ്രം
പാസേജിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. എവിടെ നിന്നാണ് റിബൺസ് താഴേക്ക് വീണത്? ഫെൽ ഫ്രം. എവിടെ നിന്നാണ് വീണത് താഴേക്ക്? ട്രീസ്, സ്കൈ, ഹൗസസ്, റിവർ. ട്രീസിൽ നിന്നാണോ റിബൺസ് താഴേക്ക് വീണത്? അതോ സ്കൈ ആണോ, ഹൗസസ് ആണോ, റിവർ ആണോ? എന്തിൽ നിന്നുമാണ് ആ റിബൺസ് താഴേക്ക് വീണത്? ഓർമ്മയുണ്ടോ? ഏതാണ്? വേഗം ആൻസർ ചെയ്തേ. സ്കൈ ആണല്ലേ. ഓപ്ഷൻ 2 ആണ് ഇവിടെ. സ്കൈ. യെസ്, കറക്റ്റ് ആണ്. സ്കൈ ആണ് ആൻസർ. ദി വില്ലേജസ് ബിൽറ്റ്. വില്ലേജസ് എന്താണ് ബിൽറ്റ് ചെയ്തത്? ആ ഒരു കളർ റിബൺസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്താ ബിൽറ്റ് ചെയ്തത്? ദേ ബിൽറ്റ് ഹട്ട്സ്, ബ്രിഡ്ജസ്, വാൾസ്, ഗാർഡൻസ്. ഗാർഡൻസ് ആണോ റിബണൊക്കെ കിട്ടിയപ്പോൾ അവർ ബിൽറ്റ് ചെയ്തെടുത്തത്? അല്ല, സെപ്പറേറ്റ് ആണ്. അവർ ഓരോരുത്തരും സെപ്പറേറ്റ് ആവുകയാണല്ലേ, ഗ്രൂപ്പായിട്ട് തിരികെയാണ് ചെയ്തത്. ഒരു വോൾസ് ആണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ, വോൾസ് ഓഫ് സെപ്പറേഷൻ. എല്ലാവരും സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് മാറി അങ്ങനെയുള്ള വോൾസ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നോക്കിക്കേ. ദി ബ്ലൂ ഗ്രൂപ്പ് ഹാഡ്. ഇനി ഓരോ ഗ്രൂപ്പും പിന്നെ ഫൈനലി ഇങ്ങനെ സെപ്പറേഷൻ ഒക്കെ വന്നപ്പോൾ recognize ചെയ്തു. each group recognized the fact that every group lacks something. ഓരോ ഗ്രൂപ്പും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. ചില ഗ്രൂപ്പിന് ഫുഡുണ്ട്, വാട്ടർ ഇല്ല. ചില ഗ്രൂപ്പിന് ഷെൽട്ടർ ഉണ്ട്, ഫുഡില്ല. അങ്ങനെ പലതും. ഒരാൾക്ക് ഒന്നുണ്ടെങ്കിൽ മറ്റു പലതും ഇല്ല. അങ്ങനെ ഇവർക്ക് പല നഷ്ടങ്ങളും ഉണ്ടായി ഈ ഒരു സെപ്പറേഷനിലൂടെ, ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇവിടെ ബ്ലൂ ഗ്രൂപ്പിന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇത് നമ്മൾ സ്റ്റോറി വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊന്ന് വേഗം പറഞ്ഞേ. എന്തായിരുന്നു ആ ബ്ലൂ ഗ്രൂപ്പിന്? എന്താ? ഫുഡാണോ, വാട്ടർ ആണോ, വുഡാണോ, ഷെൽട്ടർ ആയിരുന്നോ? എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഓർമ്മയുണ്ടോ? ഒന്ന് വേഗം ഒന്ന് ഓർത്തെടുത്തേ, റിഫ്രഷ് ചെയ്തെടുത്തേ മൈൻഡൊക്കെ. ഏതായിരുന്നു ബ്ലൂ ഗ്രൂപ്പ്? ആ ഒരു കട്ടിങ് വേണമെങ്കിൽ വെക്കാം, ഒന്ന് ആ ടെക്സ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഓർമ്മയുണ്ടോ ഇപ്പോൾ? യെസ്. ഡേയ്സ് പാസ്റ്റ്. ദി റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. റെഡ് ഗ്രൂപ്പിന് വാട്ടർ ആണുള്ളത്, പക്ഷെ എന്തില്ല? ഫുഡില്ല. ഐ എം ഹംഗ്രി, മാക്സ് കംപ്ലൈൻറ്റ്. അതുപോലെ ആൾക്കാരുടെ പേരും ജസ്റ്റ് ഒന്ന് ഓർക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? മാക്സ് ആണ് അത് പറഞ്ഞത്, റെഡ് ഗ്രൂപ്പ്. അപ്പോൾ മാക്സ് ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ റെഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് വായിച്ചാലല്ലേ അറിയൂ അല്ലേ. മാക്സ് ആണ് റെഡ് ഗ്രൂപ്പിലുള്ളത് അല്ലേ. ദി ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ്. ബ്ലൂ ഗ്രൂപ്പിന് എന്താ ഉള്ളത്? ഫുഡാണുള്ളത്. എന്താ ഇല്ലാത്തത്? വാട്ടർ ഇല്ല. അപ്പം വാട്ടർ ഉള്ള ഗ്രൂപ്പ് ഏതാ? റെഡ് ആണ്. ആരുടെ ഗ്രൂപ്പ്? മാക്സ്. ബ്ലൂ ഗ്രൂപ്പിന് എന്താണുള്ളത്? ഫുഡ്, നോ വാട്ടർ. ഐ ആം തേഴ്സ്റ്റി. ആരാണ് ബ്ലൂ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആള്? ലിലിയാണ്, ലിലി. ഓക്കെ. ദി ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. വുഡ് ഉള്ള ഗ്രൂപ്പാണ് ഗ്രീൻ ഗ്രൂപ്പ്, പക്ഷെ എന്തില്ല? ഷെൽട്ടർ ഇല്ല. വി ആർ വെറ്റ്. മിയ ആണ് ഗ്രീൻ ഗ്രൂപ്പിലുള്ള ആള്. മിയ, ഗ്രീൻ ഗ്രൂപ്പ്. ദി യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ. ഇനി യെല്ലോ ഗ്രൂപ്പിന് എന്തുണ്ട്? ഷെൽട്ടർ ഉണ്ട്, ബട്ട് നോ ഫയർവുഡ്. പക്ഷെ എന്തില്ല? ഫയർവുഡ് ഇല്ല. ഐ എം കോൾഡ്. ലിയോ ഷിവേർഡ്. അപ്പം ലിയോ ഉൾപ്പെട്ട ഗ്രൂപ്പാണ് ഏത്? യെല്ലോ ഗ്രൂപ്പ്. ലിയോ എവിടെയാണ്? യെല്ലോ ഗ്രൂപ്പ്. മാക്സ് റെഡ് ഗ്രൂപ്പ്. ലില്ലി ബ്ലൂ ഗ്രൂപ്പ്. മിയ ഗ്രീൻ ഗ്രൂപ്പ്. ദെൻ ലിയോ യെല്ലോ ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിനാണ് വാട്ടർ ഉള്ളത്? റെഡ്. ഏത് ഗ്രൂപ്പിനാണ് ഫുഡ് ഉള്ളത്? ബ്ലൂ. ഗ്രീൻ ഗ്രൂപ്പിന് എന്താ ഉള്ളത്? വുഡ് ആണ്. യെല്ലോ ഗ്രൂപ്പിനോ? ഷെൽട്ടർ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഗ്രീനും യെല്ലോയും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം. ഒരെണ്ണം ഇല്ല, മറ്റേത് ഉണ്ട് എന്ന രീതിയിൽ. വുഡും ഷെൽട്ടറും, ഗ്രീനും യെല്ലോ. ഗ്രീനാണ് വുഡ് ഉള്ളത്, യെല്ലോവിനാണ് ഷെൽട്ടർ ഉള്ളത്. അപ്പോൾ എന്താ ഇല്ലാത്തതെന്ന് ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. ഇനി റെഡിനും ബ്ലൂവിനും വാട്ടറും ഫുഡും ആണ് അല്ലേ. റെഡിനാണ് എന്തുള്ളത്? വാട്ടർ ഉള്ളത്. ബ്ലൂവിനാണ് എന്തുള്ളത്? ഫുഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഇനി വേഗം പറഞ്ഞേ. ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് എന്താ ഉള്ളത്? ഫുഡാണ് അല്ലേ. ബ്ലൂ ഗ്രൂപ്പിന് എന്താ ഉള്ളത്? നമ്മൾ പറഞ്ഞു, ബ്ലൂ ഗ്രൂപ്പിനാണ് ഇവിടെ ഫുഡ് ഉള്ളതല്ലേ. ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ്, നോ വാട്ടർ. അപ്പോൾ ഇതിനകത്ത് ഏതാ ഇല്ലാത്തതെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ഉള്ളതാ ചോദിച്ചത്. ദി ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഏതാ ഉള്ളതെന്നാ ചോദിച്ചത്. ബ്ലൂ ഗ്രൂപ്പിന് എന്താ ഉള്ളത്? ഫുഡാണ് ഉള്ളത്. അപ്പം ആൻസർ ഫുഡ്. ദി സ്ട്രേഞ്ചർ അഡ്വൈസ് ദം ടു. അവസാനം ഒരു സ്ട്രേഞ്ചർ വരും. ഇതിനൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് സ്ട്രേഞ്ചർ ആയിരുന്നു. എന്ത് സൊല്യൂഷനാണ് സ്ട്രേഞ്ചർ പറഞ്ഞു കൊടുക്കുന്നത്? ഫൈറ്റ് ചെയ്യാനാണോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പിടിച്ചെടുത്തോ എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാനാണോ സ്ട്രേഞ്ചർ പറയുന്നത്?
അതോ ഹൈഡ് ചെയ്യുക, എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു അതാ നല്ലത്? ഹൈഡ് ചെയ്യാനാണോ പറയുന്നത്, അതോ ഷെയർ ചെയ്യാൻ? നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പിന് ഫുഡുണ്ട്, ഒരു ഗ്രൂപ്പിന് ഷെൽട്ടർ ഉണ്ട്, ചില ഗ്രൂപ്പിന് വുഡുണ്ട് അല്ലേ, ചില ഗ്രൂപ്പിന് വാട്ടർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഉള്ളതെല്ലാം ഷെയർ ചെയ്താൽ പോരെ? അങ്ങനെ ഷെയർ ചെയ്യാനാണോ പറഞ്ഞത്? അതോ ലീവ്, നിങ്ങൾ ഇതൊന്നും ഉപേക്ഷിച്ച് തരാം, നിങ്ങൾക്കുള്ളത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ലീവ്, അങ്ങനെയാണോ പറഞ്ഞേ? സ്ട്രേഞ്ചർ എന്ത് അഡ്വൈസ് ആയിരുന്നു കൊടുത്തത് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്ന രീതിയിൽ? എല്ലാവർക്കും പല ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ആവശ്യവും ഉണ്ട്, എല്ലാ ഐറ്റംസും എല്ലാവർക്കും വേണം. അതെങ്ങനെ കിട്ടും? എങ്ങനെയായിരുന്നു? യെസ്, ഷെയർ ചെയ്യാനാണ് സ്ട്രേഞ്ചർ പറഞ്ഞത് അല്ലേ? ഷെയറിങ് ഇസ് കെയറിങ് അല്ലേ? ഷെയറിങ് ആണ് എല്ലാം വലുത്, ഹാപ്പിനെസ് കൊടുക്കും അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡിഡ് വില്ലേജസ് സെപ്പറേറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ്? ആ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് തന്നെയാണ് വില്ലേജസ് എങ്ങനെയാണ് ഗ്രൂപ്പ്സ് ആയിട്ട് മാറിയത്. ഈ റിബൺ വന്ന് ഒരേ കളറായി ചേഞ്ച് ചെയ്തു, അങ്ങനെയാണ് ഇവർ ഞാനാണ് ഇന്ന കളർ, നമ്മളെല്ലാം ഒരു ഗ്രൂപ്പ്, അങ്ങനെയാണ് കളർ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഗ്രൂപ്പായത്. വാട്ട് മിറാക്കിൾ ഹാപ്പൻ വെൻ ദേ സ്റ്റാർട്ടഡ് ഷെയറിങ്? അല്ലേ, ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എന്ത് മിറാക്കിളാണ് സംഭവിച്ചത്? ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലാം കിട്ടി അല്ലേ? നോ പ്രോബ്ലം, എവറിത്തിങ് ഈസ് സോൾവ്ഡ്. വാട്ട് ലെസൺ ഡു വി ലേൺ ഫ്രം ദ റെയിൻബോ പീപ്പിൾ? അല്ലേ, റെയിൻബോ പീപ്പിൾ എന്ന് പറയുന്ന ലെസൺ തന്നെ നമ്മളെ ആ ഷെയറിങ് മെൻറ്റാലിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ അല്ലേ? യെസ്. വൈ ഡിഡ് വില്ലേജസ് സെപ്പറേറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ്? ദേ തോട്ട് ദേ ഷുഡ് ലിവ് ഓൺലി വിത്ത് പീപ്പിൾ ഓഫ് ദെയർ ഓൺ കളർ. അവർ വിചാരിക്കുന്നു അവരുടെ കളറായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഒരുമിച്ച് നിൽക്കാൻ പാടുള്ളൂ എന്ന്. ഇവർ ജസ്റ്റ് എന്താണ് ഒരു ഫോൾട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ചിന്തിച്ചു കൂട്ടിയത് അല്ലേ? യെസ്, ശരിക്കും അങ്ങനെ ഒരേ കളറുള്ള ആൾക്കാർ മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാവരും ഒരേപോലെ നിന്ന് ഷെയർ ചെയ്ത് കിട്ടിയ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ആദ്യം ഇവർ സെപ്പറേറ്റ് ചെയ്ത് ഗ്രൂപ്പായി മാറിയതിൻ്റെ കാരണം ഒരേ കളറുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന് ഇവർ വിചാരിച്ചു. ദെൻ വാട്ട് ഹാപ്പൻ വെൻ ദേ സ്റ്റാർട്ടഡ് ഷെയറിങ്? ഷെയർ ചെയ്യാൻ പഠിച്ചതിലൂടെ, അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? എവ്രി വൺ ഗോട്ട് വാട്ട് ദേ നീഡഡ് ആൻഡ് ഹാപ്പിനെസ് സ്പ്രെഡ്. എല്ലാവർക്കും, ഇപ്പോൾ ചില ആൾക്കാർക്ക് ഫുഡ് വേണം, അല്ലെങ്കിൽ വാട്ടർ വേണം, ഷെൽട്ടർ വേണം, വുഡ് വേണം, അപ്പം എല്ലാം കിട്ടി. അപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല, ഹാപ്പിനെസ്, എല്ലായിടവും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്തു അല്ലേ? അവർ വളരെ ഹാപ്പി ആയിട്ട് മാറി, എല്ലാവരും ഹാപ്പി ആയിട്ട് മാറി. ദെൻ വാട്ട് ലെസൺ ഡു വി ലേൺ ഫ്രം ദി സ്റ്റോറി? ഈ ഒരു ലെസണിൽ നമ്മൾ എന്ത് ലെസണാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു മോറൽ ലെസൺ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ഷെയറിങ് ആൻഡ് യൂണിറ്റി ബ്രിങ് ഹാപ്പിനെസ് അല്ലേ? ഷെയറിങ് അതുപോലെ യൂണിറ്റി, അതൊക്കെ നമുക്ക് ഹാപ്പിനെസ് തരും അല്ലേ? ഇപ്പോൾ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഈ ഷെയറിങ്ങിലൂടെ കിട്ടിയത് വില്ലേജേഴ്സിന്. വി ഷുഡ് നോട്ട് ഡിവൈഡ് അവർ സെൽസ്. അതുപോലെ നമ്മൾ പരസ്പരം ഒരിക്കലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? ഇന്ന ഗ്രൂപ്പിൽ ഇന്ന കളറുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പ്, മറ്റവർ വേറെ ഗ്രൂപ്പ്, അങ്ങനെ ഒന്നും ഡിവൈഡ് ചെയ്യേണ്ട, ഡിവിഷൻ്റെ ഒരു ആവശ്യവും ഇല്ല. ദർ ഇസ് നോ നീഡ് ഓഫ് എനി ഡിവിഷൻ അറ്റ് ഓൾ. വി ഷുഡ് നോട്ട് ഡിവൈഡ് അവർ സെൽസ്. വർക്കിംഗ് ടുഗദർ സോൾവ്സ് പ്രോബ്ലംസ്. അടുത്ത ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വർക്കിംഗ് ടുഗദർ സോൾവ്സ് പ്രോബ്ലംസ്. ഇവിടെ ഒരു ബിഗ് ഇഷ്യൂ ഉണ്ടായപ്പം അത് സോൾവ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റിയത്? എല്ലാവരും ഒത്തുചേർന്ന് അല്ലേ? ഒരു ടുഗദർനെസ്, അതിലൂടെയാണ് പല പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും സോൾവ് ചെയ്യാം. ഹാപ്പിനെസ്, ഇറ്റ് ക്യാൻ ബ്രിങ് ഹാപ്പിനെസ്, ഇറ്റ് ക്യാൻ സോൾവ് പ്രോബ്ലംസ് ആൻഡ് ഇറ്റ് സ്പ്രെഡ് ഹാപ്പിനെസ് എവ്രിവെയർ. സോ യൂണിറ്റി ഈസ് എവറിത്തിങ്, യൂണിറ്റി പ്രൊവൈഡ് ഹാപ്പിനെസ്. അപ്പോൾ ആ ഒരു ലെസണാണ്, മെസ്സേജാണ് ഈ ചാപ്റ്റർ നമുക്ക് തരുന്നത്. ഇനി അടുത്ത എവ്രിഡേ ഹീറോസ്. ഇതൊക്കെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിലുള്ള എന്താണ് ചാപ്റ്റേഴ്സാണ്. ദീസ് ആർ എവ്രിഡേ ഹീറോസ്, ദീസ് മെൻ ആൻഡ് വിമൻ ഇൻ ഹ്യൂ. ഹ്യൂവിൻ്റെ മീനിങ് ചോദിക്കാം അല്ലേ? ഹ്യൂ നമ്മൾ ആദ്യം പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? വേഗം ഒന്ന് പറഞ്ഞ ആൻസർ. ഹ്യൂ, HUE. അതുപോലെ സ്പെല്ലിങ്ങും ചോദിക്കാം, സ്പെല്ലിംഗ് കറക്ഷൻ ചോദിക്കാം. അപ്പോൾ ഹ്യൂ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആ എവ്രിഡേ ഹീറോസിൽ കണ്ടതാണ്. അപ്പോൾ ഹ്യൂവിൻ്റെ മീനിങ് ചോദിക്കാം, സ്പെല്ലിങ് ചോദിക്കാം, എന്ത് ചോദിക്കാം. അപ്പോൾ നമ്മളൊരു ന്യൂ വേർഡ് അല്ലെങ്കിൽ ഒരു പുതിയ നമുക്ക് ഇതുവരെ കാണാത്തൊരു വേർഡ് കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മീനിങ്ങും സ്പെല്ലിങ്ങും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഹ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കളറാണല്ലേ? ഹ്യൂ എന്ന് പറഞ്ഞാൽ കളറാണ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് വർക്കിംഗ് ഡോഗ്സ്, ദേ ആർ ഹീറോസ് ടു. അപ്പോൾ ഇവിടെ വർക്കിംഗ് ഡോഗ്സും ഹീറോസ് ആണ്, ആ പോയിൻ്റൊക്കെ മനസ്സിലുണ്ടാവണം. ദീസ് ആർ എവ്രിഡേ ഹീറോസ്. പോലീസ്മെൻ എല്ലാവരും എവ്രിഡേ ഹീറോസ് ആണ്. ദീസ് മെൻ ആൻഡ് വിമൻ ഇൻ ഹ്യൂ, യൂണിഫോമിലാകാം അല്ലാതാകാം, അവരൊക്കെ എന്താണ്? നമ്മളെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. സോ ദേ ആർ ഓൾ ഹീറോസ്. നിങ്ങൾ ഓർക്ക്, വർക്കിംഗ് ഡോഗ്സും ഹീറോസ് ആണ്. ആ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ആ പോം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. വർക്കിംഗ് ഹീറോസ്, വർക്കിംഗ് ഡോഗ്സ് അല്ലേ? വർക്കിംഗ് ഡോഗ്സ്
are also heroes. Choose the correct answer. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എവറിഡേ ഹീറോസ് ഹെൽപ്പ് പീപ്പിൾ ഡ്യൂറിങ്. എവറിഡേ ഹീറോസ് എങ്ങനെയാണ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്? ഗെയിംസിലാണോ അവർ ഹെൽപ്പ് ചെയ്യുക? അതോ ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം സിറ്റുവേഷൻ വരുമ്പോഴാണോ അവർ ഹെൽപ്പ് ചെയ്യുക? സ്ലീപ്പ്, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അറിഞ്ഞൂടെ ഉറങ്ങാൻ, അല്ലേ? അപ്പോൾ സ്ലീപ്പ്, ഉറങ്ങുന്ന സമയത്താണോ? ഹോളിഡേയ്സിലാണോ? നമ്മൾ അവധി ദിവസങ്ങളിൽ ഹോളിഡേയ്സിലാണോ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? എപ്പോഴാണ് എവറിഡേ ഹീറോസ്? അത് നമ്മൾ ചിലപ്പോൾ പാരൻസ് ആവാം, പോലീസ്മെൻ, ഫയർമാൻ, ആരുമാകാം, ടീച്ചേഴ്സ്, അല്ലേ? ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ആ ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഏതാണ്? വളരെ ആപ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ഏതാണ് കാണുന്നത്? ഗെയിംസിലാണോ അതോ ഡേഞ്ചർ സിറ്റുവേഷനിലാണോ? സ്ലീപ്പാണോ? ഹോളിഡേയ്സ്? നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എവറിഡേ ഹീറോസ് ഹെൽപ്പ് ചെയ്യുന്നത് ഡ്യൂറിങ് ഡേഞ്ചർ സിറ്റുവേഷൻസ്, അല്ലേ? ഇൻ അവർ ലൈഫ്, അല്ലേ? ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന ടൈമിലാണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ദേ ആർ എവറിഡേ ഹീറോസ്. ദി പോം സീസ് ഹീറോസ് ആർ ഫേമസ് ആക്ടേഴ്സ്. അങ്ങനെയാണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഈ പോം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ. നമ്മൾ ഹീറോസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പറയും ആ ഫേമസ് ആക്ടേഴ്സ് ആണ്. അങ്ങനെയാണോ? ഈ പോം അതല്ല നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? ഫേമസ് ആക്ടേഴ്സ് അല്ല ഹീറോസ്. ഓർഡിനറി പീപ്പിൾ ആണോ? മജീഷ്യൻസ്. അപ്പോൾ അതൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ്. മജീഷ്യൻസ്, ഹീറോ ശരിയാ, മജീഷ്യൻസ് ഒക്കെ ഭയങ്കര ഹീറോസ് ആണല്ലോ. അപ്പോൾ മജീഷ്യൻസ് ആണോ അതോ കിങ്സ് ആണോ? ഈ ഒരു പോം, ഈ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത് എവറിഡേ ഹീറോസ്. ആരാണ് ഹീറോസ്? ആരാണ്? ഓർഡിനറി പീപ്പിൾ, സാധാരണ ആൾക്കാരാണ്, അല്ലേ? നമുക്ക് ചുറ്റുമുള്ള സാധാരണ നമ്മുടെ ടീച്ചേഴ്സോ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ പാരൻസോ പോലീസ്മെൻ, അല്ലേ? അതൊക്കെയാണ് ഫയർ ഫൈറ്റേഴ്സ്. ഇവരൊക്കെയാണ് നമ്മുടെ ഹീറോസ്. നമ്മളെ ഡേഞ്ചർ ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്ന ഓർഡിനറി പീപ്പിൾ, അതാണ് ഹീറോ. അല്ലാതെ മൂവിയിലെ ഹീറോസ് അല്ല, മജീഷ്യൻസോ കിങ്സോ ഒന്നും അല്ല, ഓർഡിനറി പീപ്പിൾ. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓർഡിനറി പീപ്പിൾ. വർക്കിംഗ് ഡോഗ്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ട് യെസ്, ഓപ്ഷൻ 2 ആണ്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വർക്കിംഗ് ഡോഗ്സ് എന്ന് പറയുക. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ കീപ് ഗോയിങ്, നന്നായിട്ട് തന്നെ പഠിച്ച് നമ്മളിത് LSS എന്ന് പറയുന്ന എക്സാം വളരെ നിസ്സാരമായിട്ട് നമ്മൾ നേടിയെടുക്കും. ഓക്കെ, വർക്കിംഗ് ഡോഗ്സ് എന്ന് പറയുന്നത് ലേസി ആണോ, പ്ലേഫുൾ ആണോ, ഹീറോസ് ആണോ, നോയ്സി ആണോ? വർക്കിംഗ് ഡോഗ്സ് ആർ ഓൾസോ ലേസി എന്നാണോ, പ്ലേഫുൾ ആണോ, നോയ്സി, ഭയങ്കര നോയ്സ്, ബാക്കിങ്, എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ്? എവറിഡേ ഹീറോസ് തന്നെയാണ് അവർ, വർക്കിംഗ് ഡോഗ്സ്, അല്ലേ? അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പല സിറ്റുവേഷനിലും. അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ദേ ആർ ഓൾസോ ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ ആണ്, ഹീറോസ് ആണ്. ഓക്കെ, യെസ്. ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഹു ആർ കോൾഡ് എവറിഡേ ഹീറോസ്? എവറിഡേ നമ്മളിപ്പോൾ പറഞ്ഞു, ആരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഡേഞ്ചർ സിറ്റുവേഷനിൽ, അവരെല്ലാം എവറിഡേ ഹീറോസ് ആണ്. ഹൗ ഡു ഹീറോസ് ടേക്ക് എവേ ഫിയർ? എങ്ങനെയാണ് അവർ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു പേടിയെടുത്ത് കളയുന്നത്? നമുക്കൊരു ഹെൽപ്പിംഗ് അല്ലെങ്കിൽ അവർ വളരെ സ്നേഹത്തോടെ കൈൻഡായിട്ട് നമ്മളോട് സംസാരിക്കുന്നു, നമ്മളോട് ഇടപെടുന്നു. വളരെ ഏത് പ്രോബ്ലം വരട്ടെ, ഏത് ഡേഞ്ചർ സിറ്റുവേഷനും വരട്ടെ, അവർ നമ്മളെ കാമാക്കാനായിട്ട് ശ്രദ്ധിക്കും, അല്ലേ? അങ്ങനെയാണ് അവർ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഫിയർ എടുത്ത് കളയുന്നത്. ഹു ആർ എവറിഡേ ഹീറോസ്? പോലീസ് ഓഫീസേഴ്സ്, സോൾജിയേഴ്സ്, പട്ടാളക്കാരല്ലേ? യെസ്, സോൾജിയേഴ്സ്. ഫയർ ഫൈറ്റേഴ്സ്, റെസ്ക്യൂ വർക്കേഴ്സ്. റെസ്ക്യൂ മീൻസ് രക്ഷപ്പെടുത്തുന്ന, അല്ലേ? അപ്പോൾ ഇവരെല്ലാം ആരാണ്? എവറിഡേ ഹീറോസ് ആണ്. ഇവർ കൂടാതെ നമുക്ക് നമ്മുടെ പാരൻസിനെ എഴുതാം, ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, എത്ര പേര് വേണം. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക. എവറിഡേ ഹീറോസ്, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് എവറിഡേ ഹീറോസിനെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞാൽ, നിങ്ങൾ നെയിം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ എഴുതാം, അല്ലേ? ഇതെല്ലാം ഓർഡിനറി. ഒരിക്കലും മൂവിയിലെ ആക്ടേഴ്സിനെ എഴുതി വെക്കരുത്. അങ്ങനെയല്ല, ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡോക്ടേഴ്സ്, നേഴ്സസ്, പോലീസ്മെൻ, ഫയർ ഫൈറ്റേഴ്സ് എന്ത് വേണേലും ആൻസർ ചെയ്യാം. ഇവരൊക്കെ ഓർഡിനറി പീപ്പിളാണ്, നമ്മളെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുമാണ്. സോ ദീസ് ആർ ഓൾ കൺസിഡർ ആസ് എവറിഡേ ഹീറോസ് ഇൻ അവർ ലൈഫ്. ഓക്കെ, ഹൗ ഡു ഹീറോസ് ടേക്ക് അവേ ഫിയർ? അവരെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ പേടിയെടുത്ത് കളയുന്നത്? ദേ പ്രൊട്ടക്റ്റ് ആൻഡ് ഹെൽപ്പ് പീപ്പിൾ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതുപോലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. ഡിഫിക്കൽട്ട് ടൈംസ്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈംസിൽ, സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലേ? യെസ്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു, കൈൻഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അവർ കാണിക്കുന്നു. യെസ്. അടുത്തത് ട്രിക്ക് ഓഫ് കിച്ചു. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. Kichu picked up the mirror and showed it to Kungan wolf. Seeing his own image, the wolf thought it was another wolf and ran away. അല്ലേ? കുങ്കൻ
വൂൾഫ് പേടിച്ചോടി ആ മിറർ ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോൾ കുങ്കൻ വൂൾഫ് എല്ലാവരെയും പേടിപ്പിച്ചിരുന്ന ആ ഒരു ആളായിരുന്നു. എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ അവസാനം നമ്മുടെ കിച്ചു റാബിറ്റാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയത്. ആ ഒരു മിറർ ചിന്നു കൊടുത്തതായിരുന്നു. ആ മിറർ അല്ലേ, ചിന്നുവിന് വെജിറ്റബിൾസ് ഒന്നും വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാഞ്ഞപ്പോൾ ചിന്നു ആ മിററാണ് കൊടുത്തത്. ആ മിറർ വളരെ ബുദ്ധിപൂർവ്വം ഇൻ്റലിജൻറ്റ് വേയിൽ യൂസ് ചെയ്താണ് കിച്ചു എല്ലാ ആൾക്കാരെയും അവരുടെ വില്ലേജിലെ എല്ലാ ബാക്കിയുള്ള ആനിമൽസിനെയൊക്കെ രക്ഷപ്പെടുത്തിയത് ഈ കുങ്കൻ വൂൾഫിൻ്റെ പിടിയിൽ നിന്നല്ലേ. ഇത് ജിഗ്ഗു വൂൾഫ് എന്നും പറഞ്ഞ് പുതിയൊരു വൂൾഫിനെ അല്ലെങ്കിൽ എനിമിയെ കാണിച്ചു കൊടുക്കും അല്ലേ. ആ ഒരു മിററിൽ തൻ്റെ തന്നെ ഇമേജ് കണ്ടിട്ട് കുങ്കൻ വൂൾഫ് ഓടിപ്പോകുന്നതായിട്ടാണ് സ്റ്റോറി. ഓർമ്മയുണ്ടല്ലോ? യെസ്, ചൂസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കിച്ചു വാസ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കിച്ചു ആരായിരുന്നു? അത് ബേസിക് ആയിട്ട് നമുക്ക് ചാപ്റ്റർ അറിഞ്ഞാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഫോക്സ് ആണോ, റാബിറ്റ് ആണോ, ഡിയർ, ഡോങ്കി, ഏതാ? കിച്ചു ആരാണ്? റാബിറ്റ് ആണ്. യെസ്. ദി വൂൾഫ് സോ ഹിസ്. വൂൾഫ് ആരെയാണ് ആ മിററിൽ കണ്ടത്? ഫ്രണ്ടിനെയാണോ, എനിമിയാണോ, ഇമേജ് ആണോ, ഷാഡോ ആണോ? എന്താ കണ്ടത്? വൂൾഫ് എനിമിയാണല്ലേ. അതായത് നമ്മുടെ വൂൾഫ് വിചാരിക്കുന്നത് അത് എൻ്റെ എനിമിയാണ്, ശത്രുവാണ് എന്നാണ് വിചാരിക്കുന്നത്. യെസ്, റാബിറ്റ് എനിമി. ഓക്കെ. കിച്ചു ഓൾറെഡി ഒരു മെർച്ചൻ്റ് ആണ്. അപ്പം പിന്നീട് അയാൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം റാബിറ്റ് എന്തായി ചേഞ്ച് ചെയ്തു, ആ കിച്ചു റാബിറ്റ് എന്തായി മാറി, അത് നമ്മൾ സ്റ്റോറിയുടെ എൻഡിൽ പറയുന്നുണ്ട്. ആ മിറർ കാണിച്ച് കുങ്കൻ വൂൾഫിനെ ഇവിടെ ഓടിച്ചു വിടുകയാണ്. അപ്പോൾ എന്തായി മാറി? മെർച്ചൻ്റ് എന്ന കിച്ചു ഒരു ഹീറോ ആയിട്ട് മാറി. ഒരിക്കലും കിങ്ങും ടീച്ചറൊന്നും അല്ല, ഹീറോ ആയിട്ട് എല്ലാവരുടെയും മുന്നിൽ ഒരു ഹീറോ ആയി മാറി അല്ലേ. എല്ലാവരും പേടിച്ചിരുന്ന ഒരാളെ ഒരു കുങ്കൻ വൂൾഫിനെ ഈ ഒരു കിച്ചുവിൻ്റെ ഒരു ഇൻ്റലിജൻറ്റ് വേയിൽ പറഞ്ഞു വിടാനായിട്ട് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അവിടം വിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തത് കിച്ചു ആയതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ കിച്ചു ആരായിട്ട് മാറി? ഒരു ഹീറോ ആയിട്ട് മാറി. ആൻസർ ദി ഫോളോയിങ്. അടുത്ത നോക്കിക്കേ. ഹൗ ഡിഡ് കിച്ചു ട്രിക്ക് ദി വൂൾഫ്? എങ്ങനെയാണ് നമ്മുടെ കിച്ചു വൂൾഫിനെ ട്രിക്ക് ചെയ്ത്? അതൊരു ട്രിക്കായിരുന്നു ശരിക്കും. ശരിക്കും റാബിറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല വൂൾഫിനെ അല്ലേ. പക്ഷേ അതൊരു ട്രിക്ക്. എന്ത് ട്രിക്കാ? മിറർ കാണിക്കുകയാണ് ആ ട്രിക്ക് അല്ലേ. ദെൻ വൈ ഡിഡ് ദി വൂൾഫ് റൺ അവേ? എന്തുകൊണ്ടാണ് വൂൾഫ് പേടിച്ചോടിയത്? എനിമിയാന്ന് കണ്ടു അല്ലേ. മിററിൽ തന്നേക്കാളും ഭീകരനായ അല്ലേ, തൻ്റെ മുഖമൊന്നും കണ്ടിട്ടില്ല, പക്ഷേ അയാൾ തെറ്റിദ്ധരിച്ചു അല്ലേ. വൂൾഫ് തെറ്റിദ്ധരിച്ചു, ഇത് എന്നെക്കാളും വലിയ ഏതോ ആളാണ്, എന്നെ ഇപ്പം കടിച്ച് തിന്നു എന്നൊക്കെ ഒരു പേടി കാരണം ഓടിപ്പോയതാണ്. ഇമാജിൻ യു ആർ കിച്ചു. ഇനി നിങ്ങളാണ് കിച്ചു റാബിറ്റ് എന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളാണെന്ന് വിചാരിക്കാൻ പറയുമ്പോൾ ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, അത് ഓർക്കണം എപ്പോഴും. ഡിസ്ക്രൈബ് ഹൗ യു ഫെൽറ്റ് ആഫ്റ്റർ സേവിങ് എവ്രി വൺ. അപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു? ഞാൻ എല്ലാവരെയും രക്ഷപ്പെടുത്തി, അപ്പോൾ നിങ്ങളെന്താ? വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഗ്രേറ്റ്ഫുൾ ആണ് അല്ലേ. ഞാൻ കാരണം എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ആണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യും? യെസ്. ഹൗ ഡിഡ് കിച്ചു ട്രിക്ക് ദി വൂൾഫ്? കിച്ചു ട്രിക്ക് ദി വൂൾഫ് ബൈ പ്രിറ്റൻഡിങ്. അതായത് പ്രിറ്റൻഡ് ചെയ്യാണ് ദാറ്റ് ദെർ വാസ് എ സ്ട്രോങ് ആനിമൽ ഇൻസൈഡ് ദി മിറർ. അഭിനയിക്കുകയാണ്, അയ്യോ ഇതാ എൻ്റെ ഫ്രണ്ട് നിന്നേക്കാളും വലിയ ഭീകരനാണ് എന്ന് പ്രിറ്റൻഡ് ചെയ്യുക, അഭിനയിക്കുകയാണ്, ആക്ട് ചെയ്യുക, പ്രിറ്റൻഡ്. ഓക്കെ. ദാറ്റ് ദെർ വാസ് എ സ്ട്രോങ് ആനിമൽ ഇൻസൈഡ് ദി മിറർ. ഈ മിററിൻ്റെ ഉള്ളിൽ വലിയൊരു സ്ട്രോങ്ങർ ആനിമൽ ഉണ്ട് എന്ന് പ്രിറ്റൻഡ് ചെയ്തു. ഹി ഷോ ദി വൂൾഫ് ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻ ഇൻ ദി മിറർ. ആ വൂൾഫിൻ്റെ തന്നെ കുങ്കൻ വൂൾഫിൻ്റെ അതേ റിഫ്ലക്ഷനാണ് മിററിൽ കാണിച്ചു കൊടുത്തത്. ആൻഡ് മെയ്ഡ് ഇറ്റ് ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് അനദർ വൂൾഫ്. എന്നിട്ട് ഇയാളെ വിശ്വസിപ്പിച്ചു, ഇത് മറ്റൊരു വൂൾഫാണെന്ന് വിശ്വസിപ്പിച്ചു. അങ്ങനെയാണ് ട്രിക്ക് ചെയ്തത് അല്ലേ, പറ്റിച്ചത്. യെസ്. വൈ ഡിഡ് ദി വൂൾഫ് റൺ അവേ? എന്തുകൊണ്ടാണ് കുങ്കൻ വൂൾഫ് ഓടിപ്പോയത്? ദി വൂൾഫ് ബിക്കെയിം ഫ്രൈറ്റൻഡ് വെൻ ഇറ്റ് സോ ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻ ഇൻ ദി മിറർ. ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ല, അയാളുടെ സ്വന്തം രൂപം അയാൾക്ക് അറിയില്ല, കുങ്കൻ വൂൾഫിന് അറിയില്ല. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ കണ്ടപ്പോൾ പേടിച്ചോടിപ്പോയതാണ്. ആൻഡ് തോട്ട് ഇറ്റ് വാസ് അനദർ പവർഫുൾ വൂൾഫ്. ഇത് മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള വൂൾഫാണെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയതാണ്. സോ ഇറ്റ് റാൻ അവേ ഇൻ ഫിയർ. ഇമാജിൻ യു ആർ കിച്ചു. നിങ്ങളാണ് കിച്ചു റാബിറ്റ്. ഡിസ്ക്രൈബ് ഹൗ യു ഫെൽറ്റ് ആഫ്റ്റർ സേവിങ് എവ്രി വൺ. എല്ലാവരെയും സേവ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എങ്ങനെയായിരുന്നു? ഐ ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ആഫ്റ്റർ സേവിങ് എവ്രി വൺ. ഞാൻ വളരെ ഹാപ്പിയായി, വളരെ പ്രൗഡായി, എല്ലാവരെയും ഞാൻ സേവ് ചെയ്തല്ലോ എന്നോർത്ത് ഞാൻ വളരെ ഹാപ്പിയായി. കണ്ടോ, ഐ ഫെൽറ്റ് അങ്ങനെ എഴുതണം. നിങ്ങളെന്ത് വിചാരിക്കുന്നു, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആയോ, നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയോ, ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നിങ്ങളാണ് കിച്ചു റാബിറ്റ്. ഐ ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. എനിക്ക് വളരെ പ്രൗഡായില്ലേ, എനിക്ക് ആത്മാഭിമാനം തോന്നിയല്ലേ, ഞാൻ എന്നാലും ഇങ്ങനെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ. ഐ വാസ് റിലീവ് ദാറ്റ് ദി വൂൾഫ് ഹാഡ് ഗോൺ എവേ ആൻഡ് നോ വൺ വാസ് ഹേർട്ട് അല്ലേ. എനിക്കൊന്ന് റിലീവ് എന്ന് പറഞ്ഞ ഒരു ആശ്വാസം അല്ലേ, എനിക്കൊരു ആശ്വാസമായില്ലേ, ഈ വൂൾഫ് ഇനി മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, ആരെയും വേദനിപ്പിക്കില്ല എന്ന് മനസ്സിലായി. ഐ ഓൾസോ ഫെൽറ്റ് കോൺഫിഡൻറ്റ് ബിക്കോസ് ഐ വാസ് ഏബിൾ ടു യൂസ് മൈ
ഇൻ്റലിജൻസ് ടു പ്രൊട്ടക്ട് മൈ ഫ്രണ്ട്സ്. അതുപോലെ എനിക്ക് വളരെ കോൺഫിഡൻസും നേടിയെടുക്കാൻ പറ്റി. ഇനിയും എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ, എൻ്റെ ഇൻ്റലിജൻസ് എനിക്ക് യൂസ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് കൂടെ ഉണ്ടായി. കണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് എഴുതണം. നിങ്ങളാണ് കിച്ചു റാബിറ്റ് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാം അല്ലേ, പ്രൗഡ്, ഹാപ്പി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സുകൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ മതി. ഹാപ്പി ആവും, പ്രൗഡ് ആവും, റിലീവ്ഡ്, എനിക്കൊരു ആശ്വാസമാകും അല്ലേ, എന്താണ് ആരെയും വേദനിപ്പിക്കാതെ, നോ വൺ വാസ് ഹേർഡ്, കുഗൻ വുൾഫിനെ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റി. അതുപോലെ ഞാൻ കോൺഫിഡൻ്റ് ആയി, എനിക്ക് എൻ്റെ ഇൻ്റലിജൻസ് കൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് എഴുതുക. അതായത് നിങ്ങൾ കിച്ചു റാബിറ്റ് ആയിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കണം, അങ്ങനെ ചിന്തിച്ച് എഴുതുക. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ, read the passage. The children live near a garbage dump. ഓക്കെ, ആ ഒരു പേജസ് ഓഫ് വണ്ടർ ദീദിയുടെ സ്റ്റോറി ഓർമ്മയുണ്ടോ? ദേ വാച്ച്ഡ് അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ, ദേ വിഷ് ടു റീഡ് ബുക്സ് ആൻഡ് ലേൺ ന്യൂ തിങ്സ് അല്ലേ. പുതിയ ബുക്സുകളൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ പോകാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾ, അവരുടെ അവസ്ഥയാണ് ഈ പാസേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പാസേജിനെ റിലേറ്റ് ചെയ്ത്, ആ സ്റ്റോറിയെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ദി ചിൽഡ്രൻ ലീവ് നിയർ എ. അപ്പോൾ ആ കുട്ടികൾ എവിടെയായിരുന്നു? ഇതിനകത്ത് തന്നെ ഉണ്ട്, പാസേജിൽ തന്നെ ഉണ്ട്. നിയർ എവിടെയാണ്? ഗാർബേജ് ഡം. അപ്പോൾ ഇവിടെ ഓപ്ഷനിലുണ്ടല്ലോ ഗാർബേജ് ഡം. ഓപ്ഷൻ 3 ആണ് ആൻസർ. കുട്ടികൾ എവിടെയാണ്, എവിടെ ആയിരുന്നു ജീവിച്ചിരുന്നത്? ആ ഗാർബേജ് വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്ന ഗാർബേജ് ഡംപിൻ്റെ അടുത്തായിരുന്നു. ദേ ഫെൽ സാഡ് ബിക്കോസ്, അവർ ഭയങ്കര സാഡായിരുന്നു. തുടക്കത്തിലേ പറയുന്നുണ്ട് അല്ലേ, കുട്ടികൾ വളരെ സാഡായിരുന്നു. എന്തുകൊണ്ടാണ്? ദേ വർ സിക്ക്, ദേ ഹാഡ് നോ ടോയ്സ്, ദേ കുഡ് നോട്ട് ഗോ ടു സ്കൂൾ, ദേ വർ ടയേർഡ്. അവർ ടയേർഡോ സിക്കോ ടോയ്സ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല അവർ സാഡായത്. മറ്റു കുട്ടികളൊക്കെ ബസ്സിലൊക്കെ കയറി സ്കൂളിലൊക്കെ പോകുന്ന കാണുമ്പോൾ ഇവർക്ക് പറ്റുന്നില്ലല്ലോ, അതായിരുന്നു അവരുടെ ആ ഒരു സാഡ്നെസ്സിന് കാരണം അല്ലേ. ദേ കുഡ് നോട്ട് ഗോ ടു സ്കൂൾ, അവർക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല, അതായിരുന്നു ആ കുട്ടികളുടെ സങ്കടം അല്ലേ, വിഷമം. ദീദി ബ്രോട്ട്, ദീദി അവിടേക്കാണ്, ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്തേക്കാണ് ആര് വന്നത്? വളരെ സ്നേഹത്തോടെ എന്തോ ഗിഫ്റ്റൊക്കെ ആയിട്ട് ആര് വന്നത്? ദീദി വന്നത്. ദീദി സിസ്റ്റർ എന്നൊരു മീനിങ്ങേ ഉള്ളൂ അല്ലേ, ദീദി. ദീദി എന്താണ് ബ്രോട്ട്? ദീദി ബ്രോട്ട് എന്താണ് കൊണ്ടുവന്നത്? ഓർമ്മയുണ്ടോ? ഈസി ആയിട്ട് നമുക്ക് റെക്കഗ്നൈസ് റീകോൾ ചെയ്യാൻ പറ്റുമല്ലോ. എന്താ? ടോയ്സ് ആയിരുന്നോ, ക്ലോത്ത്സ് ആയിരുന്നോ, ബുക്സ് ആയിരുന്നോ, സ്വീറ്റ്സ് ആയിരുന്നോ? എന്താ ദീദി കൊണ്ടുവന്നത്? അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായിരുന്നു? അവർ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഹാപ്പിനെസ് കൊടുത്തതും ഇതിലെ ബുക്സാണ് അല്ലേ. യെസ്, ബുക്സാണ്. ദീദി കൊണ്ടുവന്നത് ബുക്സാണ്. അതാണ് അവരെ ഹാപ്പി ആക്കിയത്. ആൻസർ ദി ഫോളോവിങ്. നോക്കിക്കേ, വൈ വർ ദി ചിൽഡ്രൻ ക്യൂരിയസ് അബൌട്ട് ദീദി? എന്തുകൊണ്ടാണ് എല്ലാവരും യെസ്, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്, ബുക്സ്. വൈ വർ ദി ചിൽഡ്രൻ ക്യൂരിയസ് അബൌട്ട് ദീദി? എല്ലാവരും എന്തുകൊണ്ടാണ് ക്യൂരിയസ് ആയത്? ചിൽഡ്രൻ ക്യൂരിയസ് അബൌട്ട് ദീദി, ദീദിയെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ദീദി അവർക്ക് ബുക്സ് കൊടുത്തപ്പോൾ അവർ ഭയങ്കരമായിട്ടും ചിൽഡ്രൻ വെരി ക്യൂരിയസ് അബൌട്ട് ദീദി. വൈ? കാരണം കുട്ടികൾക്ക് ദീദിയിൽ നിന്നും ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ പുതിയൊരു കാര്യം അവർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി, ബുക്സ് കിട്ടി. സോ ദേ ആർ ഓൾ എക്സൈറ്റഡ് ടു ലേൺ. ഹൗ ഡിഡ് ദി ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്? പിന്നീട് ദീദി കുറേ നാൾ വരാതിരുന്നു. ഭയങ്കര സാഡായി കുട്ടികളെല്ലാം. എങ്ങനെയാണ് ഇവർക്ക് പിന്നീട് ദീദിയിലേക്ക് എത്താൻ പറ്റിയത്? അവർ വായിക്കാൻ പഠിച്ചു. ദീദിയാണ് അവരെ വായിക്കാൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവർക്ക് ബുക്കിൻ്റെ ഏതോ ഒരു ബുക്കിൽ, ദീദി തന്നെ കൊടുത്ത ബുക്കിൽ നിന്നും ദീദിയുടെ അഡ്രസ്സ് കിട്ടി. അങ്ങനെ അവരെ അത്രയും ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ ഫൈനലി. യെസ്, നോക്കിക്കേ, why were the children curious about Didi? The children were curious about Didi because she gave them new colorful books അല്ലേ. പുതിയ കളർഫുൾ ആയിട്ടുള്ള ബുക്സ് അല്ലേ, പിക്ചേഴ്സ് ഒക്കെ ഉള്ള ബുക്സ് അവർക്ക് വായിക്കാൻ, ടു റീഡ് അല്ലേ, അവർക്ക് വായിക്കാനായിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് അവർ ക്യൂരിയസ് ആയത്. ദേ വാണ്ടഡ് ടു നോ മോർ അബൌട്ട് ഹർ ആൻഡ് ഹൗ ഷീ ഗോട്ട് സോ മെനി ഇൻട്രസ്റ്റിംഗ് ബുക്സ്. അപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്സിനെ പറ്റിയും സ്റ്റോറീസിനെ പറ്റിയൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെയാണ് ഇവർക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്. അതുകൊണ്ടാണ് ഇവർ ക്യൂരിയസ്. എന്തിനാണ് ഞങ്ങൾക്ക് ഈ ബുക്സ് തന്നത്? എവിടെ നിന്നാണ് ഈ ബുക്സൊക്കെ? അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ. എന്തിനാണ് ഞങ്ങളെ പേരൊക്കെ എടുത്ത് വിളിച്ചു? അതിലെല്ലാം വളരെ ക്യൂരിയസ് ആയിരുന്നു ഈ ചിൽഡ്രൻ അല്ലേ. ഹൗ ഡിഡ് ദി ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്? എങ്ങനെയാണ് ദീദി മിസ്സിങ് ആയപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ദീദിയുടെ ഹൗസ് കണ്ടുപിടിച്ചത്? യെസ്, ദി ചിൽഡ്രൻ ഫൗണ്ട് ദീദീസ് അഡ്രസ് അല്ലേ, അഡ്രസ്സ് കണ്ടുപിടിച്ചു. റിട്ടൺ ഇൻസൈഡ് വൺ ഓഫ് ദി ബുക്സ് ഷീ ഹാഡ് ഗിവൻ ദം. ദീദി തന്നെ കൊടുത്ത ഒരു ബുക്കിൽ നിന്നാണ് അഡ്രസ്സ് കിട്ടിയത്. യൂസിങ് ദാറ്റ് അഡ്രസ് ദേ വർ ഏബിൾ ടു ഫൈൻഡ് ഹർ ഹൗസ്. അപ്പോൾ അതിനകത്തുള്ള അഡ്രസ്സിൽ നിന്നാണ് അവരെല്ലാവരും ദീദിയുടെ
അഡ്രസ്സ് കണ്ടുപിടിച്ച് ദീദിയുടെ വീട്ടിൽ അവസാനം എത്തിച്ചേർന്നു അല്ലേ. ഒരു ദുപ്പട്ടയൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ ഓർത്ത് വെച്ച് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊക്കെയാണ് അവർ എത്തിയത്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരുടെ ആ ഒരു സിറ്റുവേഷൻ കാരണം അവർക്ക് സ്കൂളിൽ പോകാനുള്ള അവസരം കിട്ടിയില്ല. പക്ഷെ ദീദിയായിട്ട് അവർക്ക് ആ ഒരു ലേണിങ്ങിൻ്റെ ആ ഒരു പാത്ത് അവർക്ക് തുറന്നു കൊടുത്തു അല്ലേ. യെസ്. ഗുഡ് ബുക്സ് എന്ന് പറയുന്നതിന് ഒരു പോം ഉണ്ടല്ലോ, അത് ഓർമ്മയുണ്ടോ? ആ ബുക്സിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പോമായിരുന്നു അത്. വൈ ആർ ബുക്സ് കോൾഡ് ഫ്രണ്ട്ലി തിങ്സ്? ബുക്സിനെ ഫ്രണ്ടുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതൊരു ഫ്രണ്ട്ലി തിങ്സ് ആയത്? ഹൗ ഡു ബുക്സ് കംഫേർട്ടേഴ്സ്? അതുപോലെ ബുക്ക് നമ്മളെ എങ്ങനെയാണ് കംഫേർട്ട് ചെയ്യുന്നത്? ആ ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഗുഡ് ബുക്സ് എന്ന് പറയുന്ന പോം റിലേറ്റഡ് ആയിട്ട് ഉള്ളത് അല്ലേ. ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും നമ്മളെ ശല്യപ്പെടുത്താതെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ് ബുക്സ് അല്ലേ. അത് നമ്മളെപ്പോഴും കംഫേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് അല്ലേ. അതിനകത്ത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ദിൽന, ഐസക് പേരൊക്കെ ഓർത്ത് വെക്കുക. അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ആക്ഷൻസും എല്ലാം ഓർമ്മ ഉണ്ടാവുക കേട്ടോ. Dilna saw her mother lying on the floor. She tried to wake her up and comforted her little brother. അല്ലേ, അമ്മയെ വിളിക്കാൻ എന്ത് പറ്റി അമ്മയ്ക്ക് എന്നറിയില്ല. രണ്ടുപേരും ടെൻഷനായി. എന്നാലും ദിൽന ആസ് എൻ എൽഡർ സിസ്റ്റർ അവൾ എന്ത് ചെയ്തു? എൻ്റെ ലിറ്റിൽ ബ്രദറിനെ കെയർ ചെയ്തു. അതുപോലെ ആ സിറ്റുവേഷൻ വളരെ നന്നായിട്ട് കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു. ഓക്കെ. അപ്പോൾ അതിനാണ് ദിൽന. ചൂസ് ദി കറക്റ്റ് ആൻസർ. ഇവിടെ ദിൽന ഷോഡ്. ദിൽന എന്താണ്? ഫിയർ ആണോ, കറേജ് ആണോ, ആങ്കർ ആണോ, ജോയ് ആണോ? ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ അവൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ അവൾ ഡീൽ ചെയ്തത്? കറേജ്, ധൈര്യത്തോടെ ഡീൽ ചെയ്തു അല്ലേ. ഒരു ലിറ്റിൽ ബ്രദർ ഉണ്ട്, പേടിച്ച് അങ്ങനെയല്ലല്ലോ, അല്ല, വളരെ കാമായിട്ട് ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് രീതിയിൽ ഡീൽ ചെയ്തു. കറേജ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐസക് ഫെൽറ്റ്. ഐസക് എങ്ങനെയാണ്? ഐസക്കിൻ്റെ ഫീലിംഗ് എന്തായിരുന്നു? ഹാപ്പി ആണോ, ബ്രേവ് ആണോ, സ്കെയർഡ് ആണോ, സ്ലീപ്പി ആണോ? ഐസക് പക്ഷേ അമ്മ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ കുറച്ച് പേടിച്ചു. ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഐസക് അത്ര ബ്രേവും ഹാപ്പി ഒന്നും അല്ല. എന്താ? സ്കെയർഡ്, പേടി. ഓക്കെ. ഫ്രൈറ്റൺ. ഓക്കെ. സ്കെയർഡ് എന്നാണ് അവിടെ വരിക. ഐസക്. ഓക്കെ. Then നോക്കിക്കേ, why are books called friendly things? എൻ്റെ ആൻസർ ആണ് books are called friendly things because they are always ready to help us. എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ബുക്സ് റെഡിയാണ്. They teach us good lessons, give us knowledge and stay with us like true friends. ട്രൂ ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും നമ്മുടെ കൂടെ അവർ നോളജ് പ്രൊവൈഡ് ചെയ്യും, നമ്മളെ കംഫർട്ടാക്കും, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ലോൺലിനെസ് ഒക്കെ മാറ്റും അല്ലേ, ഒറ്റപ്പെടലൊക്കെ മാറ്റും. സോ ദേ ആർ ഫ്രണ്ട്ലി തിങ്സ്. ഹൗ ഡു ബുക്സ് കംഫേർട്ട് us? എങ്ങനെയാണ് ബുക്സ് നമ്മളെ കംഫേർട്ട് ചെയ്യുന്നത്? ബുക്സ് കംഫേർട്ട് us by giving us hope and courage. നമുക്കൊരു ധൈര്യവും ഹോപ്പും പ്രതീക്ഷയൊക്കെ തരും. when you feel lonely or sad, ഇതാണ് മെയിൻ പോയിന്റ് അല്ലേ. വളരെ ലോൺലി ആയിട്ട് ഒറ്റപ്പെട്ട് സാഡായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ റീഡിങ് ബുക്സ് മേക്സ് us ഫീൽ ഹാപ്പി ആൻഡ് പീസ്ഫുൾ. നമുക്കൊരു സമാധാനവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ ബുക്സാണ് തരുന്നത് അല്ലേ. നമ്മൾ ആ ബുക്സ് വായിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ലോൺലിനെസ് ഒക്കെ ഇല്ലാതാകും. സോ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ബുക്സിനുള്ളത്. ഇനി ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 ക്വസ്റ്റ്യൻസ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. പാസ്റ്റ് ടെൻസ്. ദി വൂൾഫ് റൺ എവേ ക്വിക്ലി. ക്വിക്ലി അഗെയിൻ LY വന്നു. റൺ. റൺ എന്ന് പറയുന്ന ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ക്വിക്ലി. LY വന്നു. ആഡ്വേർബ് ഓർക്കുക കേട്ടോ, ആഡ്വേർബ്. ഓക്കെ. ഇനി നോക്കിക്കേ, റണ്ണിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? പാസ്റ്റ് ടെൻസ് V2 ഫോം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റാൻ ആണ്. ഏതാണ് വരുന്നത്? റാൻ. ഓക്കെ. റൺ, റാൻ, റൺ. അപ്പം നമ്മളിവിടെ V1, V2, V3 റണ്ണിൻ്റെ ഓർത്തിരിക്കുക. പാസ്റ്റ് ടെൻസ് ചോദിക്കുകയാണെങ്കിൽ V2 ആണ് ഇവിടെ ചേർക്കേണ്ടത്. ഓക്കെ. ജോയിൻ യൂസിങ് ആൻഡ്. ആൻഡ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. ദി ചിൽഡ്രൻ റെഡ് ബുക്സ്, ദേ സ്മൈൽ ഹാപ്പിലി. അപ്പോൾ ഇവിടെ 2 സെൻറ്റൻസ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ പ്രൊനൗണിൻ്റെ യൂസേജ് അല്ലേ. രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ദി ചിൽഡ്രൻ, ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ആ പ്ലൂറൽ സബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത്? ദേ ആണ് പ്രൊനൗൺ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു 2 സെൻറ്റൻസ് എന്നുള്ളത് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു സെൻറ്റൻസ് ആക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു പ്രൊനൗണിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അതിന് പകരം ആൻഡ് ചേർക്കുക. ഓക്കെ. ആൻഡ് ഈ ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ ആവശ്യമില്ല. ദി ചിൽഡ്രൻ റെഡ് ബുക്സ് ആൻഡ് സ്മൈൽഡ് ഹാപ്പിലി. അങ്ങനെയാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തു. ഒരുവിധം നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് കവർ ചെയ്തു. അതിനകത്തുനിന്ന് വരുന്ന പാസേജ് നിങ്ങൾക്ക് ഇതിന് മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു മോഡൽ മിസ് കാണിച്ചതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് LSS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക.
ഓരോ ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റേഴ്സ് നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അതിനകത്ത് വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേർഡ്, നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, യൂസേജ്, അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ടെൻസസും അതുപോലെ സിംഗുലർ, പ്ലൂറൽ, അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഒരു വേരിയേഷൻ, അതിൻ്റെ ഡിഫറൻസ്, അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നന്നായിട്ട് എക്സാമൊക്കെ എഴുതുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് തന്നെ പഠിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട്. നല്ല നല്ല സ്റ്റോറീസും പോംസും ഒരുപാട് മോറൽ ലെസൺസും മെസ്സേജസും ഒക്കെ ഉള്ള നല്ല നല്ല ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക, നന്നായിട്ട് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക, ടെക്സ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എഴുതി തന്നെ നോക്കുക. നമ്മൾ വെറുതെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഈസിയാണ് എന്ന് വിചാരിക്കരുത്. കാരണം എഴുതാനുണ്ടല്ലേ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതിയേ പറ്റൂ. 1-2 സെൻറ്റൻസ് മതി, 2-3 സെൻറ്റൻസുകൾ അത്രയും മതി. പക്ഷേ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം അല്ലേ, നിങ്ങളത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, ആ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ എഴുതി തന്നെ നോക്കണം. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ തന്ന ആൻസേഴ്സ് അല്ലാതെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. നന്നായിട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുക, LSS നമ്മൾ നേടിയെടുക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ. എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം നേടിയെടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.